കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും അതുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. മദർ തെരേസ വിമർശനത്തിന് അതീതയാണ് എന്ന് മദർ തെരേസ പോലും ചിന്തിച്ചിരുന്നിട്ടില്ല. മദർ തെരേസയോടൊപ്പം പ്രവർത്തിച്ച് മദർ തെരേസയുടെ ജീവചരിത്രം എഴുതിയ ഫാദർ ലിയോ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, തൻ്റെ തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കെട്ടിയാൽ അത് ആദ്യം അംഗീകരിച്ച് പരിശോധിച്ച് സത്യമെങ്കിൽ തിരുത്തുന്നത് മദർ തെരേസ ആയിരുന്നു. അതുകൊണ്ട് മദർ തെരേസ തെറ്റുകൂടാത്ത ആളാണെന്നോ വിമർശനത്തിന് അതീതയാണോ എന്ന് ഞാനും ചിന്തിക്കുന്നില്ല. മാത്രമല്ല, മദർ തെരേസ ഒരു കത്തോലിക്ക കന്യക സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ മദർ തെരേസയുടെ വിശ്വാസത്തോടുള്ള ബന്ധത്തിനും അല്ല ക്രൈസ്തവ വിശ്വാസത്തോട് പൊതുവായിട്ടുള്ള ബന്ധത്തിനും ഒരാൾക്ക് വിയോജിപ്പുണ്ടാകുകയും സ്വാഭാവികമാണ്. അതുകൊണ്ട് മദർ തെരേസയുടെ വിശ്വാസത്തോടുള്ള വിമർശനങ്ങളോ ചില പ്രവൃത്തികളിലുള്ള വിമർശനങ്ങളോ സ്വീകാര്യമാണ്, അത് സ്വാഗതാർഹമാണ്. എന്നാൽ എസൻസ് ഗ്ലോബലിന്റെ പുതിയ ഇറക്കുമതിയായ ശ്രീ ജോസ് കണ്ടത്തിലും ജനം ടിവിയുടെ അവതാരകനായ TG മോഹൻദാസും മദർ തെരേസയെ പറ്റി ചെയ്തിരിക്കുന്നത് വിമർശനങ്ങളല്ല, പച്ച കള്ളങ്ങളും ആക്ഷേപങ്ങളുമാണ്. അതുകൊണ്ടാണ് അവരുടെ വീഡിയോയ്ക്ക് മറുപടിയായിട്ട് ഈ വീഡിയോ ഞങ്ങളും ഇറക്കുന്നത്. മദർ തെരേസയെ പറ്റി ഇവര് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏതാണ്ട് 7-8 തലക്കെട്ടുകളിലായിട്ട് മറുപടി പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മദർ തെരേസ അല്പമായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്പം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര മാർക്കറ്റിങ്ങിലൂടെ മദർ തെരേസ പ്രസിദ്ധിയാകുകയായിരുന്നു എന്നാണ് ഇവര് മുന്നോട്ട് വെക്കുന്ന ഒരു. 2, മദർ തെരേസ ക്രിമിനലുകളുടെ കൈവശം നിന്നും അവർ ക്രിമിനലുകളാണ് എന്ന് അറിയാമെന്നിട്ട് കൂടെ അവരുടെ കൈവശം നിന്നും പണം കൈപ്പറ്റി എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. 3, മദർ തെരേസ ഒരു ആഡംബര ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. കിട്ടുന്ന കാശ് മറ്റ് കന്യാസ്ത്രീമാർക്ക് വേണ്ടി ആഡംബരത്തിന് വേണ്ടിയും സ്വന്തമായും ആഡംബര ജീവിതത്തിന് വേണ്ടിയുമായിരുന്നു നയിച്ചിരുന്നത് എന്നാണ് ശ്രീ ജോസ് കണ്ടത്തിൽ പറയുന്നത്. അത് മാത്രമല്ല, മദർ തെരേസ ആരംഭിച്ചിരിക്കുന്നതായ ചില പ്രസ്ഥാനങ്ങളിൽ രോഗികൾക്ക് യാതൊരുവിധ മരുന്നും കൊടുക്കുകയില്ലായിരുന്നു, ഒരു പെയിൻ കില്ലർ പോലും കൊടുക്കുകയില്ലായിരുന്നു. അങ്ങനെയുള്ളതായ മദർ തെരേസ തനിക്ക് അസുഖം വരുമ്പോൾ ഏറ്റവും അത്യന്താധുനികമായ ആശുപത്രികൾ തേടിപ്പോവുകയുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഉണ്ടായതായ ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, ഇവയിലൊന്നും മദർ തെരേസ യാതൊരുവിധ സഹായവും ചെയ്തിട്ടല്ല എന്നുള്ള ആരോപണവും ഉണ്ട്. ഇതിനു ശേഷം മദർ തെരേസ അബോർഷനെ സപ്പോർട്ട് ചെയ്തു, മദർ തെരേസ കൺവേർഷൻ ചെയ്തു എന്നൊക്കെ ശ്രീ ജോസ് കണ്ടത്തിലും ശ്രീ TG മോഹൻദാസും പറയുന്നുണ്ട്. അവസാനമായിട്ട് ഇവർ രണ്ടുപേരും മദർ തെരേസയെ മറ്റ് ചില സോഷ്യൽ വർക്കേഴ്സുമായിട്ടും മത നേതാക്കളുമായിട്ടും താരതമ്യം ചെയ്യുന്നുണ്ട്. ശ്രീ ജോസ് കണ്ടത്തില് പ്രത്യേകിച്ച് ബാബ അവട്ടെ, ശ്രീ TG മോഹൻദാസ് മാതാ അമൃതാനന്ദമയ എന്നീ വ്യക്തിത്വങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓരോരോ കാരണങ്ങൾ എടുത്ത് ഇവര് പറയുന്നതിലെ വാസ്തവം എന്ത് എന്നാണ് നമ്മൾ പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ ക്ലിപ്പ് മദർ തെരേസ അല്പമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതായ ക്ലിപ്പ്, ഇവരുടെ രണ്ടുപേരുടെയും ക്ലിപ്പ് നമുക്ക് മാറി മാറി ഒന്ന് കാണാവുന്നതാണ്. കാര്യങ്ങളിലും മദർ തെരേസ കള്ളം പറയാനും കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാനും വളരെ സമർത്ഥയായിരുന്നു. മദർ കുറേ കാര്യങ്ങൾ ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാ വൻകിട രാഷ്ട്രത്തലവന്മാരും കയ്യിലെടുത്തിരുന്ന അവരൊക്കെ സന്ദർശനത്തിന് വരും. അവരെ കാണിക്കാൻ വേണ്ടി 1-2 നിർമ്മൽ ഭവനും ശിശുഭവനും പ്രേംദാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ഥാപനങ്ങളുണ്ടാക്കി. അവരെല്ലാം വെൽ മെയിൻറ്റൈൻഡ് ആയിരുന്നു. ഇവരൊക്കെ കണ്ട് തൃപ്തിപ്പെട്ടു പോയി. പക്ഷേ കൽക്കട്ടയിലെ തെരുവുകളിൽ ഇങ്ങനെ മരിച്ചു വീഴുന്നെന്ന് പറയുന്ന ആളുകൾ, അങ്ങനെ ഒരു സംഭവം കൽക്കട്ടയിൽ ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ ചേരികളുള്ളതും കൽക്കട്ടയിലായിരുന്നില്ല. ബോംബെയിൽ ഏതാണ്ട് 50% ജനങ്ങൾ ചേരികളിലാണ് താമസിക്കുന്നത്. കൽക്കട്ടയിൽ 33% ഉള്ളൂ. ഡൽഹി, ചെന്നൈ പോലെയുള്ള പട്ടണങ്ങളിൽ 30% പേര് ചേരികളിൽ അവരുടെ ഈ സ്ഥലത്ത് പോയിട്ട് കെൻ മാക്മില്ലൻ എന്നൊരു ഫോട്ടോഗ്രാഫർ
അതിൻ്റെ വീഡിയോ എടുത്തു. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയണ മാതിരിയുള്ള സേവനമൊന്നും അല്ല അവർ ചെയ്തിരുന്നത്. നിരത്തിക്കിടത്തിയിരിക്കുന്ന ബെഡുകൾ 100-150 വരും താഴെയും മുകളിലും ഒക്കെ ആയിട്ട് കുറച്ച് പേരെ കിടത്തിയിരിക്കുന്നു. അതിൻ്റെ പേരിൽ പോപ്പിനെ വരെ സ്വാധീനിച്ച് വലിയൊരു മാർക്കറ്റിംഗ് നടത്തി. ലോകത്ത് ഇന്ന് വരെ ആരും ചെയ്യാത്ത എന്തോ മഹാകാര്യം അവർ ചെയ്തു എന്ന് വരുത്തി നോബൽ സമ്മാനം വാങ്ങിച്ച് പിന്നീടിപ്പോൾ വിശുദ്ധയുമായി സെൻറ്റ് തെരേസയായിട്ട് മാറി. നിങ്ങൾ ഈ രണ്ട് ക്ലിപ്പിലും കണ്ടിരിക്കുന്നത് പോലെ ഇവര് പറയുന്നത്, ശ്രീ ജോസ് കണ്ടത്തില് പറയുന്നത്, മദർ തെരേസ കൽക്കട്ടയിൽ മാത്രം എന്തോ ആരംഭിച്ചു, ബോംബെയിൽ എന്തുകൊണ്ട് ആരംഭിച്ചില്ല, ഡൽഹിയിൽ എന്തുകൊണ്ട് ആരംഭിച്ചില്ല എന്നെല്ലാമാണ് ശ്രീ ജോസ് കണ്ടത്തിൽ പറയുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം മദർ തെരേസയെ കള്ളം പറയുവാൻ സമർത്ഥയായിട്ടും അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ ടി.ജി. മോഹൻദാസ് പറയുന്നത് ഏതോ 150 ബെഡുകളിലൊക്കെ ആരെയൊക്കെ കിടത്തി അതിന്റെ പേരിൽ ലോകവ്യാപകമായിട്ട് മാർക്കറ്റിംഗ് നടത്തുകയും ഇപ്പോൾ വിശുദ്ധ തെരേസയായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവര് പറയുന്നതിലെ വാസ്തവം എന്താണ്? മദർ തെരേസയുടെ പ്രവൃത്തികൾ, ശുശ്രൂഷകൾ എത്ര വ്യാപകമായിരുന്നു അല്ലെങ്കിൽ എത്ര പരിമിതമായിരുന്നു? മദർ തെരേസയുടെ ബയോഗ്രഫി എഴുതിയ ശ്രീ നവീൻ ചൗല ഇന്ത്യയുടെ മുൻ ഇലക്ഷൻ കമ്മീഷണറായിരുന്നു. അദ്ദേഹം 1990കളുടെ ആരംഭത്തിലാണ് മദർ തെരേസയെ പറ്റി റിസർച്ച് ചെയ്യുവാൻ വേണ്ടി തുടങ്ങിയത്. അദ്ദേഹം ഇപ്രകാരമാണ് ബയോഗ്രഫിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്: 1990-ൽ ഞാൻ പുസ്തകത്തിന് വേണ്ടി റിസർച്ച് ഗവേഷണം ആരംഭിച്ചപ്പോൾ മദർ തെരേസയ്ക്ക് 456 സെന്ററുകൾ 100-ലധികം രാജ്യങ്ങളിലായി ഉണ്ടായിരുന്നു. 1990-ൽ മാത്രം 50,000 കുടുംബങ്ങളിലെ മദർ തെരേസ ആഹാരം കൊടുത്തിരുന്നു. 20,000 സ്ലമ്മിലെ വിദ്യാർത്ഥികൾക്ക് 124 സ്കൂളുകളിലായിട്ട് മദർ തെരേസ പഠിപ്പിച്ചിരുന്നു. എന്ന് മാത്രമല്ല, 90,000 കുഷ്ഠരോഗികളെ മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി ശുശ്രൂഷിച്ചിരുന്നു. 90,000. അത് മാത്രമല്ല, 17,048 അടയ്ക്കപ്പെട്ട വീടുകൾ മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്ദർശിച്ചിരുന്നു. ഏതാണ്ട് 6 എയ്ഡ്സ് ഷെൽട്ടറുകളിലായി 661 പേഷ്യൻസിനെ 1990-ൽ മാത്രം മിഷണറീസ് ഓഫ് ചാരിറ്റി ശുശ്രൂഷിച്ചിരുന്നു. അത് കഴിഞ്ഞ് 2018 2019 ആയപ്പോഴത്തേക്കും അത് വർദ്ധിച്ചതേ ഉള്ളൂ, അത് കുറഞ്ഞിട്ടില്ല. ഇവരെയാണ് ഇപ്രകാരം വ്യാപകമായി ലോകവ്യാപകമായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ മദർ തെരേസയാണ് ഇവരെ 150 കട്ടിലുകളായിട്ട് കൽക്കട്ടയിൽ കുറയ്ക്കുന്നത്. അത് മദർ തെരേസ ആരംഭിച്ച ശുശ്രൂഷകളിൽ ഒന്ന് മാത്രമാണ്. അത് മറച്ചു വെച്ചാണ് ഇവരിത് മുന്നോട്ട് അവതരിപ്പിക്കുന്നത്. നമുക്ക് കൽക്കട്ടയിൽ എന്തുകൊണ്ട് മദർ തെരേസ ആരംഭിച്ചു? മദർ തെരേസ ഇന്ത്യയിലേക്ക് വന്ന് കൽക്കട്ടയിൽ ആദ്യം ഏതാണ്ട് 18-20 വർഷത്തോളം അവിടെ അധ്യാപികയായിട്ട് ജോലി ചെയ്തു. അന്ന് കൽക്കട്ടയിൽ കണ്ടിരുന്നതായ ദയനീയ അവസ്ഥയിൽ മദർ തെരേസ ആദ്യം പ്രതികരിച്ചു. അതുകൊണ്ടാണ് കൽക്കട്ടയിൽ ആരംഭിച്ചത്. കൽക്കട്ടയിൽ മദർ തെരേസ തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ് കത്തോലിക്ക സഭയുടെ നിയമപ്രകാരം ഒരു ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞാൽ, ഒരു മിനിസ്ട്രി പുതുതായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ, ആ തുടങ്ങിയ പട്ടണത്തിൽ നിന്ന് ആദ്യത്തെ 10 വർഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുവാനായിട്ട് കഴിയത്തില്ല. അതിനകത്തൊരു പ്രായോഗിക ബുദ്ധിയുണ്ട്. കാരണം ഒരു 5 മുതൽ 10 വർഷം കൊണ്ടാണ് നമ്മൾ ഏത് കാര്യങ്ങൾ തുടങ്ങിയാലും അതിലെ കുറവുകളും അതിന് വരാവുന്ന പ്രശ്നങ്ങളും എല്ലാം നമ്മൾ പഠിക്കുന്നത്. അത് പഠിക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനായിട്ട് കത്തോലിക്ക സഭ സമ്മതിക്കത്തില്ല. അവർക്ക് മറ്റു കാരണങ്ങളും കാണും. ഈ 10 വർഷം കഴിഞ്ഞതിന് ശേഷം മദർ തെരേസ ശ്രീ ജോസ് കണ്ടത്തിൽ പറയുന്ന ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടോ, ബോംബെയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. മദർ തെരേസ ഈ 10 വർഷത്തിന് ഏതാണ്ട് തൊട്ട് മുമ്പ് കത്തോലിക്ക സഭ മദർ തെരേസയ്ക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് അനുവദിച്ചു. മദർ തെരേസ പോകുമ്പോൾ ആദ്യം മദർ തെരേസയുടെ മറ്റൊരു ബയോഗ്രാഫറായ കാതറിൻ സ്പിങ്ക് പറയുന്നത് മദർ തെരേസ ആദ്യം ആരംഭിച്ച സ്ഥലങ്ങളിലൊന്ന് ഡൽഹിയാണ്.
ഡൽഹിയിൽ ആരംഭിച്ചു എന്ന് മാത്രമല്ല, ഡൽഹിയിൽ മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി കടന്നു വന്നത് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ ജവഹർലാൽ നെഹ്റുവാണ്. ശ്രീ ജവഹർലാൽ നെഹ്റു കടന്നു വന്നപ്പോൾ മദർ തെരേസ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, ഞങ്ങളുടെ ശുശ്രൂഷയെ പറ്റി തങ്ങൾക്ക് പറഞ്ഞു തരുമാണോ എന്ന് ചോദിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു ഇപ്രകാരമാണ് പ്രതികരിച്ചത്, ഇല്ല, എനിക്കത് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇതിന് വന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡൽഹിയിൽ മദർ തെരേസ ആരംഭിച്ചു. മുംബൈയിലേക്ക് മദർ തെരേസ തന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഏതാണ്ട് ഇതിവിടെ മുംബൈയിൽ അതിന്റെ ആവശ്യമില്ല എന്ന് മുംബൈക്കാർ അന്ന് ചിന്തിച്ചിരിക്കുകയും മദർ തെരേസ വന്ന് മുംബൈയിലെ ചേരികളെ സന്ദർശിച്ച ശേഷം കൽക്കട്ടയേക്കാൾ ആവശ്യം മുംബൈക്കാണ്, മുംബൈ സ്ലമ്മുകളിൽ കൽക്കട്ടയേക്കാൾ ദയനീയ അവസ്ഥയിലാണെന്ന് പറയുകയും അന്ന് തന്നെ മുംബൈയിലും മദർ തെരേസയുടെ പ്രവർത്തനം ആരംഭിച്ചു. ഇന്നും മദർ തെരേസയുടെ പ്രവർത്തനം മുംബൈയിലുണ്ട്. പിന്നെ ഏതടിസ്ഥാനത്തിലാണ് ശ്രീ ജോസ് കണ്ടത്തിലിനെ പോലെയുള്ളവര് മദർ തെരേസയുടെ പ്രവർത്തനങ്ങൾ കൽക്കട്ടയിൽ മാത്രമാണെന്നുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന വിധമുള്ള സംസാരങ്ങൾ, പ്രഭാഷണങ്ങൾ നടത്തുന്നത്? അത് മാത്രമല്ല, ഇവിടെ മറ്റൊരു ക്ലിപ്പ് കൂടെ കാണിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ശ്രീമതി ശശികല ടീച്ചറിന്റെ ഒരു ചെറിയ ക്ലിപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മദർ തെരേസ കൽക്കത്തയിലെ അഗതികളുടെ അമ്മയായിട്ട് വേണം. കൽക്കത്തയിലെ പാവങ്ങൾക്ക് ഒരു നേരത്തെ കഞ്ഞി കുടിക്കാനെങ്കിലും വഴിയുണ്ടായിരുന്നു. കൽക്കത്തയുടെ തൊട്ട അയലോക്ക ബംഗ്ലാദേശ്, അവിടെ പട്ടിണിയിൽ കിടന്ന് ആറാടാണ്. എന്തേ തിരിഞ്ഞു നോക്കാഞ്ഞ്? ഈ പാവങ്ങളുടെ അമ്മ അതിർത്തി ഒന്നും അപ്പുറം കടന്നില്ലല്ലോ. കടന്നാ വിവരറിയും. അത് മുസ്ലിം രാഷ്ട്രമാണ്. നിങ്ങൾ ഈ ക്ലിപ്പിൽ കേട്ടതുപോലെ ശ്രീമതി ശശികല ടീച്ചർ സാധാരണയായിട്ട് പാടാറുള്ള ഒരു സംഗീതമുണ്ട്. അത് എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ വിശാല മനസ്സ് ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ള സംഗീതത്തിലെ 2 ഈരടികളായിട്ട് ഇതിനെ കേട്ടാൽ മതി. ഇതിന്റെ ബാക്കി ഈരടികള് ശ്രീ TG മോഹൻദാസ് പിന്നീട് പാടുന്നുണ്ട്. അവിടെയും നമുക്ക് മറുപടി പറയാം. ശ്രീമതി ശശികല ടീച്ചർ ഇവിടെ ചോദിക്കുന്ന ചോദ്യം കൽക്കട്ടയ്ക്ക് തൊട്ടടുത്തിരുന്നതായ ബംഗ്ലാദേശിലേക്ക് എന്തുകൊണ്ട് മദർ തെരേസ പോയില്ല എന്നാണ്. ഇതും മദർ തെരേസയുടെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ട് പറയുന്നതായ കാര്യങ്ങളാണ്. ഇങ്ങനെയാണല്ലോ ഹിന്ദുത്വയുടെ എല്ലാ പ്രചരണങ്ങളും അറിവില്ലായ്മ കൊണ്ട് പറയുന്നതിനാണെന്നുള്ളതിന്റെ കാരണം 1970കളുടെ ആരംഭത്തിൽ തന്നെ മദർ തെരേസയുടെ ബയോഗ്രാഫറായ കാതറിൻ സ്വിങ്ക് പറയുന്നത് 70കളുടെ ആദ്യത്തിൽ തന്നെ ബംഗ്ലാദേശിലും മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി പ്രവർത്തനം ആരംഭിച്ചു. അതുകൊണ്ട് ഈ അതിർത്തി കടന്ന് അങ്ങോട്ട് പോയില്ലല്ലോ എന്ന് പറയുന്നത് മദർ തെരേസയുടെ വെബ്സൈറ്റ് പോലും സന്ദർശിക്കാതെ കേട്ടിരിക്കുന്ന ഹിന്ദുത്വവാദികളെ എന്തു പറയുന്നതും വെട്ടി വിഴുങ്ങുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത് കൊണ്ട് ആണെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ പറയുന്നതായ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ കണ്ടത് വിമർശകർ ചോദിക്കുന്നത് പോലെ കൽക്കട്ട പറയുന്നത് പോലെ കൽക്കട്ടയിൽ മാത്രം ഒതുങ്ങി നിന്നതായ ഒരു പ്രവർത്തനമായിരുന്നില്ല മദർ തെരേസയുടേത്. അത് ലോകവ്യാപകമായി ഇന്ത്യയുടെ പട്ടണങ്ങളിലും മറ്റ് രാജ്യങ്ങളിലുമായിട്ട് പ്രവർത്തിച്ചിരുന്നതായ ഒരു പ്രവർത്തനമാണ്. ഇതറിയാവുന്ന വിമർശകരെ ഇപ്രകാരം ചോദിക്കാറില്ല. അവർ നേരെ തിരിച്ചാണ് ചോദിക്കാറുള്ളത്. അവർ ചോദിക്കാറുള്ളത് ക്രിസ്റ്റഫർ ഹിച്ചൻസ്, അദ്ദേഹമാണ് മദർ തെരേസയുടെ ആദ്യത്തെ വിമർശകൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ക്ലിപ്പുകളും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇവരെല്ലാം പറയുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഒരു ഫുട് നോട്ട് പോലും ഒരു എൻഡ് നോട്ട് പോലും ഇല്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തെ പറ്റി നമുക്ക് അല്പം കഴിഞ്ഞ് ഒന്നുകൂടെ ചിന്തിക്കാവുന്നതാണ്. എന്നാൽ മദർ തെരേസയുടെ പ്രവർത്തനത്തെ പറ്റി അദ്ദേഹത്തിന് അല്പമായിട്ട് അറിവുണ്ടായിരുന്നു. ലോകവ്യാപകമായിട്ട് പ്രവർത്തിക്കുന്ന മദർ തെരേസയെ പറ്റി അദ്ദേഹത്തിനുള്ള വിമർശനം, എന്തിനാണ് മദർ തെരേസ എല്ലായിടത്തും പ്രവർത്തിക്കുന്നത്, കൽക്കട്ടയിൽ മാത്രമായി പ്രവർത്തിച്ചായിരുന്നുവെങ്കിൽ കൂടുതൽ റിസൾട്ട് കിട്ടിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. The cult is now a missionary multinational with annual turnover in the tens of millions. If concentrated in Calcutta, that could certainly support a large hospital and perhaps even make a noticeable difference. ഇതാണ് വിമർശകൻ. മദർ തെരേസ കൽക്കട്ടയിൽ മാത്രം പ്രവർത്തിച്ചു എന്ന് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് കൽക്കട്ടയിൽ മാത്രം പ്രവർത്തിച്ചു എന്ന് ചോദിക്കും. അല്ല, മദർ തെരേസ ലോകവ്യാപകമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ ചോദിക്കുന്നത് എന്തുകൊണ്ട് കൽക്കട്ടയിൽ മാത്രമായിട്ട് പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വിമർശനങ്ങൾക്ക് നമ്മൾ എന്തു മറുപടി പറയാനാണ്?
എന്നാൽ ഇതെല്ലാം മാറ്റിവെച്ച് കഴിഞ്ഞാൽ പോലും മദർ തെരേസ നമ്പർ കളിയുടെ ഒരാളായിരുന്നില്ല. മദർ തെരേസയുടെ മുന്നിൽ മദർ തെരേസയുടെ ആദ്യത്തെ ബയോഗ്രഫി ആയിരിക്കുന്ന, ഒരുപക്ഷെ ആദ്യത്തെ ഇന്റർവ്യൂകളിൽ തന്നെ ഉണ്ടായിരിക്കുന്ന, ഡോക്യുമെന്ററികൾ ഒന്നായിരിക്കുന്ന സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്, മാൽക്കം മഗ്രിച്ചിന്റെ, അത് പുസ്തകമായിട്ടും ഡോക്യുമെന്ററി ആയിട്ടും വന്നിട്ടുണ്ട്. അതിനകത്ത് മദർ തെരേസ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഓരോ വ്യക്തിയും ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് ചെയ്യുന്ന ശുശ്രൂഷ തന്നെ ഏറ്റവും വലിയ ശുശ്രൂഷയായിട്ടാണ് മദർ തെരേസ കണ്ടിരുന്നത്. അതാണ് ബൈബിളിന്റെ ദർശനം. ക്രൈസ്തവ ദർശനം അതാണ്. അത് 1000 പേർക്ക് ചെയ്തുവോ അല്ലെങ്കിൽ ഒരാൾക്ക് ചെയ്തുവോ 1 കോടി പേർക്ക് ചെയ്തുവോ എന്നുള്ളതല്ല വ്യത്യാസം. നമ്മളെ മുന്നിൽ കാണുന്ന ആളെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷയാണ് ക്രൈസ്തവ ശുശ്രൂഷ. അതാണ് മദർ തെരേസ ചെയ്തത്. അത് മനസ്സിലാക്കാതെയാണ് ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായ വിമർശനങ്ങൾ. ഇനി രണ്ടാമത്തെ മദർ തെരേസയുടെ വിമർശനത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ആ കടക്കുന്നതിന് മുമ്പ് ഇത്രയേറെ വിമർശനങ്ങൾ പറഞ്ഞ ശ്രീ ജോസ് കണ്ടത്തിലിനോടും ശ്രീ TG മോഹൻദാസിനോടും ശ്രീമതി ശശികല ടീച്ചറിനോടും ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, മദർ തെരേസയെ പറ്റി വിമർശിച്ച നിങ്ങൾ എത്ര കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്? മദർ തെരേസയെ പറ്റി വിമർശിച്ച നിങ്ങൾ എത്ര റോഡിൽ കിടക്കുന്ന ആർക്കും വേണ്ടാതെ പോയവരെ എടുത്ത് അല്പം ഹോസ്പിറ്റലെങ്കിലും എത്തിച്ചിട്ടുണ്ട്? ഇതൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം, ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിനന്ദനാർഹമാണ്. പക്ഷെ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെയുള്ള മെന്റാലിറ്റി ഉള്ള ആൾക്കാരല്ല എന്നുള്ളത് തന്നെയാണ്. ഇതൊന്നും ചെയ്യാതെ ഇരിക്കുന്നവരാണ് സാധാരണ ഇത് ചെയ്യുന്നവരെ വിമർശിക്കുവാൻ വേണ്ടി കടന്നു വരുന്നത്. അങ്ങനെയുള്ള 3 വ്യക്തിത്വങ്ങളായിട്ടാണ് നിങ്ങളെ ഞങ്ങൾ കാണുന്നത്. ഇനി ഇവരുടെ രണ്ടാമത്തെ വിമർശനത്തിലേക്ക് പോകാം. രണ്ടാം വിമർശനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ജോസ് കണ്ടത്തിലിന്റെ മറ്റ് ഒരു പരിഹാസ്യമായ ഒരു വാദം കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരുപാട് കാര്യങ്ങൾ മദർ ഇവിടെ ചെയ്തു. കൽക്കട്ടയുടെ പ്രശസ്തി നശിപ്പിച്ചു. കൽക്കട്ട ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട പട്ടണമാണ്. ടോപ്പ് ലിസ്റ്റിൽ കൊടുത്ത് 10 മോശപ്പെട്ട പട്ടണങ്ങളിൽ ഏറ്റവും പോപ്പുലേഷനുള്ള 10 പട്ടണങ്ങളിലൊന്നാണ് കൽക്കട്ട. ഏറ്റവും കൂടുതൽ ചേരികളുള്ളത് കൽക്കട്ടയാണ്. ഇങ്ങനെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു കയറാതായി, ടൂറിസ്റ്റുകൾ വരാതായി, വൻകിട കമ്പനികളൊന്നും അവിടെ ഒരു ഫാക്ടറിയും തുറക്കാൻ തയ്യാറായില്ല. കൽക്കട്ടയെ കൊല്ലാൻ അവർക്ക് നല്ലപോലെ കഴിഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഈ പറഞ്ഞ ശ്രീ ജോസ് കണ്ടത്തിലിന്റെ ഈ ക്ലിപ്പില് നമ്മൾ കാണുന്നത്, ശ്രീ ജോസ് കണ്ടത്തിൽ പറയുന്നത് മദർ തെരേസ കാരണമാണ് കൽക്കട്ടയും വെസ്റ്റ് ബംഗാളും താഴേക്ക് കുതിച്ചത് എന്നുള്ളതാണ്. വ്യവസായം അവിടുന്ന് വിട്ടുപോയത് മദർ തെരേസ കാരണമാണ് എന്ന. ഇത് ഏത് സാമ്പത്തിക വിദഗ്ധനാണ് പറഞ്ഞിരിക്കുന്നതെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അമർത്യ സെന്നിനെ പോലെയുള്ള നോബൽ സമ്മാനം വാങ്ങിച്ച, ഒരു കാരണവശാലും വലത്തുപക്ഷവാദി എന്ന് നമുക്ക് പറയുവാൻ കഴിയാത്ത അമർത്യ സെന്നിനെ പോലുള്ളവർ പോലും പറഞ്ഞിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിന്റെ എക്കണോമി ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവിടുത്തെ ഗവൺമെന്റ് പോളിസികളാണ് എന്നുള്ളതാണ്. ധാരാവി പോലെയുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചേരികളിലൊന്നായ ചേരിയുള്ള ബോംബെ, സ്ലം ഡോഗ് മില്യണയർ പോലെയുള്ള ഡോക്യുമെന്ററികൾ വന്ന ബോംബെ, ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ളവർ വന്ന ബോംബെ, ഈ ബോംബെ താഴോട്ട് പോയിട്ടില്ലെങ്കിൽ, കൽക്കട്ടയാണ് താഴോട്ട് പോയിട്ടെങ്കിൽ അത് മദർ തെരേസയാണ് എന്ന് പറയാനുള്ള നാണം കെട്ട ലജ്ജാഹീനമായ വിഡ്ഢിത്തരമായ ഒരു കാര്യം അവതരിപ്പിക്കുവാൻ ശ്രീ ജോസ് കണ്ടത്തിലിന് എങ്ങനെ കഴിയും? ഈ ഒരു വിഷയം അദ്ദേഹം നിരീശ്വരവാദികളുടെ ഇടയിൽ അവതരിപ്പിച്ചതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. കാരണം എന്ത് അബദ്ധങ്ങളും വിമർശനങ്ങൾ എന്ന രീതിയിൽ തലക്കെട്ടോടുകൂടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 2 കൈ നീട്ടി സ്വീകരിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നതായ ചില വളരെ ബുദ്ധിശൂന്യരായ ചിലരുടെ ഒരു കൂട്ടായ്മയാണ് ഈ സാധാരണ നമ്മൾ കണ്ടുവരുന്നതായ നിരീശ്വരവാദികൾ. അവരുടെ ഇടയിൽ ഇത് പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, അവർക്ക് അതൊക്കെ മതി. പക്ഷേ ഒരു പൊതുജനത്തിന്റെ മുന്നിൽ ഇതുപോലെയുള്ള ഒരു വീഡിയോ ഇറക്കുമ്പോൾ അല്പം കൂടെ ഒക്കെ ഒന്ന് നാണം വേണ്ടേ? അതുകൊണ്ട് ഈ ഒരു പോയിന്റ് കൂടുതലായിട്ട് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരുടെ രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഇവരുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മദർ തെരേസ കാട്ടിക്കള്ളന്മാരുടെ ഇടയിൽ നിന്നും മയക്കുമരുന്നുകാരുടെ കള്ളക്കാരുടെ ഇടയിൽ നിന്നും എല്ലാം കാശു വാങ്ങി അവരെ ന്യായീകരിക്കുവാൻ വേണ്ടി പോയി എന്നുള്ളതാണ്. നമുക്ക് ഇവരുടെ ക്ലിപ്പുകളിൽ തന്നെ തുടങ്ങാം. അവർക്ക് സംഭാവന കൊടുത്തുകൊണ്ടിരുന്നവരാരും മോശക്കാരൊന്നും ആയിരുന്നില്ല. ആയുധ വ്യാപാരികൾ,
മയക്കുമരുന്ന് കള്ളക്കടത്തുകാർ, സാമ്പത്തിക കുറ്റവാളികൾ. അമേരിക്കയിലെ ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റവാളി ചാൾസ് കീറ്റിംഗ്. ഈ ചാൾസ് കീറ്റിംഗ് ഇന്നിപ്പോൾ ജയിലിലാണ്. ചാൾസ് കീറ്റിംഗ് നാട്ടുകാരെ പറ്റിച്ച് വൻ കോടീശ്വരനായി. അതിൻ്റെ ഒരു പോർഷൻ മദർ തെരേസയ്ക്കും കൊടുത്തു. മദർ തെരേസയ്ക്ക് ഇത് അറിയാമായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു, എനിക്ക് ആര് പണം തരുന്നു എന്ന് ഞാൻ നോക്കേണ്ട കാര്യമില്ല, അവർക്കൊക്കെ വേണ്ടി അവരുടെ കൂടെ ഞാനുണ്ടാവും. ഒരു ആയുധ കച്ചവടക്കാരനെ കേസിൽ കുടുങ്ങിയപ്പോൾ ആ ജഡ്ജിക്ക് മദർ തെരേസ കത്തയച്ച സംഭവം വരെ ഉണ്ടായി. അയാൾ പാവമാണ്, അയാളെ വെറുതെ വിടണം എന്ന് ശുപാർശ ചെയ്യാൻ വരെ മദർ തെരേസ ധൈര്യപ്പെട്ടു. ചാൾസ് കീറ്റിങ്ങിൻ്റെ വിമാനത്തിലാണ് മദർ തെരേസ പലപ്പോഴും പറന്നിരുന്നത്. ശ്രീ TG മോഹൻദാസിന്റെ ക്ലിപ്പാണ് നമ്മളിപ്പോൾ കണ്ടത്. അദ്ദേഹം പറയുന്നത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് വളരെ ഗൗരവമുള്ളതായ ഒരു കാര്യമാണ്. മദർ തെരേസയ്ക്ക് ഇവര് ചാൾസ് കീറ്റിങ്ങിനെ പോലെയുള്ളവര് കട്ടെടുക്കുന്ന കാശാണ് എന്ന് അറിയാമെന്നിട്ട് കൂടി എടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ എടുത്തോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ പൊളിച്ചെഴുത്ത്, ജനം ടിവിയുടെ പൊളിച്ചെഴുത്ത് പ്രോഗ്രാമിനാണല്ലോ ഇദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ പൊളിച്ചെഴുത്തിന്റെ ഗവേഷണം എത്രമാത്രം ആഴത്തിൽ പോകുന്നുവെന്ന് പറയുവാൻ വേണ്ടി ഒരു കാര്യം ചൂണ്ടിക്കാട്ടുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഇദ്ദേഹം ഇവിടെ 17-ലാണ്. ചാൾസ് കീറ്റിംഗ് 2014 തന്നെ മരിച്ചയാളാണ്. 2014 മരിച്ച ആളെ പറ്റി 2017 ജനം ടിവിയുടെ അവതാരകനായ ശ്രീ TG മോഹൻദാസ് പറയുന്നത് അദ്ദേഹം ഇപ്പോഴും, ചാൾസ് കീറ്റിംഗ് ഇപ്പോഴും ജയിലിലാണ്. മരിച്ചുപോയ ഒരാളെ ജയിലിലിട്ട് അതിനെ അവതരിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ഒരേ ഒരു ചാനലേ ഉള്ളൂ. ആ ചാനലിന്റെ പേര് ജനം TV. 2014 മരിച്ചുപോയി എന്നുള്ളത് മാത്രമല്ല ഇതിന്റെ തമാശ. ചാൾസ് കീറ്റിംഗ് 1996 ഏതാണ്ട് ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് 21 വർഷം മുമ്പ് ജയിലിൽ നിന്ന് വിമോചിതനായ. അതെ, നിങ്ങൾ കേട്ടത് സത്യമാണ്. 1996 ജയിലിൽ നിന്ന് വിമോചിതനായി 2014 മരിച്ച ഒരാളെ 2017 ജയിലിൽ കിടക്കുന്നുവെന്ന് പറയാനുള്ള ഗവേഷണമാണ് ജനം ടിവിയുടെയും TG മോഹൻദാസിന്റെയും. അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഇത് കേട്ട് ജനം ടിവിക്കും TG മോഹൻദാസും കൈയടിക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ളത് അറിയാം. അത് ആ ഹിന്ദുത്വ ഗ്രൂപ്പിൽ പെടുന്ന എല്ലാവരും ഉണ്ട്. നിങ്ങൾ ഉദാഹരണമായിട്ട് ശ്രീ ഡോക്ടർ N ഗോപാലകൃഷ്ണന്റെ ക്ലിപ്പ് ഒന്ന് കേട്ടെ. ശ്രീ TG മോഹൻദാസ് എല്ലാ തെളിവുകളും തരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ തെളിവുകൾ കൂടി കൊടുക്കണം. അത് TG മോഹൻദാസ് ജനം ടിവിയിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഉൾപ്പെടെ ചേർത്താണ് മദർ തെരേസ കള്ളപ്പണം വാങ്ങിച്ചതും കള്ളക്കടത്തുകാരുടെ കൂട്ടത്തിൽ സഞ്ചരിക്കുന്നതും കള്ളക്കടത്തുകാരന്റെ വിമാനത്തിൽ കയറി ഇറങ്ങിയതും ജഡ്ജിയെ വരെ സ്വാധീനിച്ച് കള്ളക്കടത്തുകാരനെ കുറ്റത്തിൽ നിന്ന് വിമുക്തനാക്കണമെന്ന് പറഞ്ഞതും. ഇതാണ് ഇവരുടെ തെളിവുകൾ. അതോടെ നിൽക്കട്ടെ. അതിന്റെ ഗൗരവമായ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഇത് അബദ്ധം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതറിയണോ? ഞാൻ മുമ്പ് പറഞ്ഞു, ക്രിസ്റ്റഫർ ഹിച്ചൻസ് ആണ് ഈ വിമർശകരിൽ ആദ്യമായിട്ട് വരുന്നത്. ഈ ക്രിസ്റ്റഫർ ഹിച്ചൻസ് 1994, അതായത് ചാൾസ് കീറ്റിങ്ങിനെ ജയിലിൽ നിന്ന് വിടുന്നതിന് 2 വർഷം മുമ്പ് ഹെൽസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കി. അതിന്റെ അകത്ത് അദ്ദേഹം പറഞ്ഞു ചാൾസ് കീറ്റിങ്സ് ഇന്നും ജയിലിലാണ്. ആ ക്ലിപ്പ് നിങ്ങൾക്ക് കാണാം. He was also California savings and loan tycoon. Mr. Keating's problem was that he was using other people's money. He's now behind bars after the greatest. ഈ ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ TG മോഹൻദാസ് 2017 പറയുന്നത് ചാൾസ് കീറ്റിംഗ് ഇന്നും ജയിലിലാണ്. ഇവരുടെ ഗവേഷണത്തിന്റെ ആഴം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ചാൾസ് കീറ്റിംഗ് ആരാണെന്നെങ്കിലും അറിയുവാൻ ഒരു അല്പമെങ്കിലും ഒരു ഗവേഷണം ശ്രീ TG മോഹൻദാസ് ചെയ്തായിരുന്നുവെങ്കിൽ ഈ ഒരു അബദ്ധം പറയുകയല്ലായിരുന്നു. കാരണം ചാൾസ് കീറ്റിങ്ങിനെ പറ്റി ആദ്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ തന്നെ കാണുന്നത് 2014 അദ്ദേഹം മരിച്ചുപോയി എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഗൗരവമായ ഒരു ആരോപണമുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ശ്രീ ജോസ് കണ്ടത്തിന്റെ ഒരു ക്ലിപ്പും കൂടെ കാണാം. ചരടുവലികൾ മാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടുണ്ട്. അവർ അമേരിക്കയിൽ $252 മില്യൺ തട്ടിപ്പ് നടത്തിയ ഒരു ചാൾസ് കീറ്റിംഗ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അയാളെ അമേരിക്കൻ പോലീസ് പിടികൂടി.
തെളിവുകൾ ശേഖരിച്ചു. കേസ് വിസ്താരം നടന്ന അയാളുടെ അടുത്ത് നിന്ന് മദറിനൊരു $10,00,000 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇയാളെ കേസിൽ വിചാരണ നടന്നുകൊണ്ടിരുന്നപ്പം വിചാരണ നടത്തിയിരുന്ന ലാൻസ് ഇട്ടോ എന്ന് പറഞ്ഞ ജഡ്ജിന് മദർ തെരേസ ഒരു കത്തെഴുതി. ഈ ചാൾസ് കീറ്റിംഗ് എന്ന് പറയുന്ന ആൾ യേശുവിന് പ്രിയപ്പെട്ട ആളാണ്, ചാരിറ്റിക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജഡ്ജ് ഈ കേസ് വിധിക്കുമ്പോൾ, കേസിനെ പറ്റി വിധിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് യേശു ആണ് ഇരിക്കുന്നത് എന്ന ചിന്തയോടുകൂടി അയാളോട് ലീനിയൻസ് കാണിക്കേണ്ട. യേശു ആണെങ്കിൽ ക്ഷമിക്കുമായിരുന്നു. ഇത് പറഞ്ഞ് അവരൊരു കത്തെഴുതി. ആ കത്തിന് മറുപടി ലാൻസ് ഇട്ടോ എന്ന് പറഞ്ഞ് ജഡ്ജി ഇങ്ങോട്ട് എഴുതി. തീർച്ചയായിട്ടും മദറിൻ്റെ കത്ത് എനിക്ക് കിട്ടി, വളരെ സന്തോഷമുണ്ട്. ഇതേ ചോദ്യം ഞാൻ മദറിനോട് തിരിച്ച് ചോദിക്കുകയാണ്. നിങ്ങൾ ഇത് അവിഹിതമായിട്ടും പാവങ്ങളെ കൊള്ളയടിച്ചെടുത്ത പണമാണെന്ന് അറിയാമായിരുന്നിട്ടും ആ പണം യാതൊരു എളുപ്പമില്ലാതെ വാങ്ങിയെടുത്ത നിങ്ങളുടെ സ്ഥാനത്ത് യേശു ആയിരുന്നെങ്കിൽ അത് കള്ളപ്പണമാണെന്ന് അറിയുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? തീർച്ചയായിട്ടും എനിക്ക് സംശയമില്ല, യേശു ആ പണം തിരിച്ചു കൊടുക്കും. ആ പണം തിരിച്ചു കിട്ടിയാൽ അനേകരുടെ ബാധ്യത ഞങ്ങൾക്ക് തീർക്കാൻ പറ്റും. മദർ ആ പണം തിരിച്ചു തരുമെന്ന് ന്യായമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. മദർ ശ്രീ ജോസ് കണ്ടത്തിന്റെ ഈ ക്ലിപ്പിലും അദ്ദേഹവും ആരോപിക്കുന്നത് മദർ തെരേസയ്ക്ക് ഇത് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അത് എത്രമാത്രം വാസ്തവമാണ്? നമുക്ക് ചാൾസ് കീറ്റിങ്ങിനെ പറ്റി അല്പമായിട്ടൊന്ന് നോക്കാം. 1923 ജനിച്ച ചാൾസ് കീറ്റിങ് 1945 US നേവിയിലെ ഒരു ഫൈറ്റർ പൈലറ്റായിട്ട് ട്രെയിൻഡായി. അതിനുശേഷം അദ്ദേഹം യുദ്ധത്തിന് പോയില്ല. അതിനുശേഷം ഒരു നിയമ വിദ്യാർത്ഥിയായി, അദ്ദേഹത്തിന് പോകേണ്ട ആവശ്യം വന്നില്ല. അതിനുശേഷം അദ്ദേഹം ഒരു നിയമ വിദ്യാർത്ഥിയായി സ്വയമേ ലോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. 1952 ആയപ്പോഴത്തേനും സ്വന്തം ലോ ഫേം എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനുശേഷം 1974 അമേരിക്കൻ ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം 1980 നമ്മൾ ഓർക്കണം, ഇദ്ദേഹം വീരപ്പനെ പോലെയുള്ള ഒരാളാണ് എന്നാണ് ഇവരുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത്. അല്ല, സാധാരണ ബിസിനസ് ചെയ്തുകൊണ്ട് കമ്പനികളിൽ സീനിയർ ഉദ്യോഗസ്ഥനായി നിന്നിരുന്നതായ ഒരു വ്യക്തിയാണ് ഈ ചാൾസ് കീറ്റിംഗ്. 1980 അമേരിക്കൻ കോണ്ടിനെന്റൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ഇദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. അതിനുശേഷം 1984 ഇദ്ദേഹം ലിങ്കൺ സേവിങ്സ് ആൻഡ് ലോൺ എന്നൊരു ഫൈനാൻഷ്യൽ കമ്പനി ഉണ്ടായിരുന്ന ഒരു കമ്പനി മേടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹത്തെ ശിക്ഷിച്ചതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ 1984 ശേഷം അദ്ദേഹം മറ്റുള്ളവരുടെ കാശ് എടുക്കുകയും സ്വന്തം പ്രൊജക്ടുകളിൽ ആ കാശ് നിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തുവെന്നും അവരുടെ കാശ് റിസ്ക് ചെയ്തുവെന്നും അവരുടെ കാശ് ആ ഒരു സ്റ്റിവാർഡ് എന്നുള്ള നിലയിൽ ആ ഫിഡ്യൂഷ്യറി റെസ്പോൺസിബിലിറ്റി അദ്ദേഹം പൂർണ്ണമായിട്ട് ചെയ്തില്ല എന്നും വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളതൊക്കെയായിരുന്നു ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങളൊക്കെ തന്നെയാണ് ലീമൻ ബ്രദേഴ്സിനും വന്നിരിക്കുന്നത്. ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഇന്ന് ഫൈനാൻഷ്യൽ കമ്പനികളിൽ വർക്ക് ചെയ്തിരിക്കുന്ന അനേകരെ പറ്റി, നേരത്തെ ICICIയുടെ MD and CEO ആയിരുന്ന ചന്ദന കൊച്ചറിനെ പറ്റി മറ്റൊരു തരത്തിലാണ് ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ചാൾസ് കീറ്റിംഗ്. ഈ ചാൾസ് കീറ്റിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, 1984 ആദ്യത്തെ ഈ ആരോപണം, ഈ പ്രധാനമായി ഈ ആരോപണങ്ങൾ വന്നു തുടങ്ങുന്നത്. 86 ആരോപണങ്ങൾ വന്നു തുടങ്ങുന്നത്. 89 അവസാനമായപ്പോഴത്തേനാണ് സീരിയസ് ആകുന്നത്. 1990-91 ആരംഭത്തിലാണ് കേസ് ഗൗരവമായിട്ട് നീങ്ങുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നത്. 1996 കഴിഞ്ഞപ്പോഴത്തേന് ആ കേസ്, ശിക്ഷിക്കപ്പെട്ട കേസ് തന്നെ മറ്റൊരു കോടതി തന്നെ അദ്ദേഹത്തെ വിധിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞ് വെറുതെ വിടുകയും 1999 അമേരിക്കൻ ഗവൺമെന്റും അവിടുത്തെ ഫെഡറൽ നിയമ സംഘടനകളും ഇദ്ദേഹവും തമ്മിലുള്ള ഒരു കോംപ്രമൈസ് എന്ന വണ്ണം രണ്ട് കുറ്റത്തിന് ഇദ്ദേഹം സ്വയം ഏറ്റുപറയുകയും അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് യാതൊരുവിധ ശിക്ഷാവിധിയും 96 കഴിഞ്ഞിട്ട് കിട്ടാതിരിക്കുകയും ചെയ്തതായ ഒരു വ്യക്തിയാണ് ചാൾസ് കീറ്റിംഗ്. ഈ ചാൾസ് കീറ്റിംഗിൻ്റെത് മദർ തെരേസ കാശ് മേടിച്ചെന്ന് പറയുന്നത് 1980കളുടെ ആദ്യത്തിലാണ് ഈ പറയുന്ന $10 ലക്ഷം കിട്ടിയെന്ന് പറയുന്നത്. അന്ന് എങ്ങനെയാണ് മദർ തെരേസ 80കളുടെ അവസാനം നടക്കുന്നതായ ഒരു സ്കാം നടക്കാൻ പോകുന്നുണ്ടെന്ന് മദർ തെരേസയ്ക്ക് മുന്നറിവുണ്ടാവും? മദർ തെരേസ സർവജ്ഞാനി അല്ലെങ്കിൽ താൻ കാശ് മേടിക്കുന്ന സമയത്ത് ചാൾസ് കീറ്റിംഗിന്റെ മേൽ ഇങ്ങനെയുള്ള ഒരു ആരോപണമില്ല, അദ്ദേഹത്തിന് ആ കമ്പനി പോലുമില്ല. താൻ കാശ് മേടിച്ചു കഴിഞ്ഞ് എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഈ ആരോപണങ്ങൾ വരികയും പിന്നീട് അദ്ദേഹത്തെ ശിക്ഷിക്കുകയും ചെയ്യുന്നത്. ഏതടിസ്ഥാനത്തിലാണ്
മദർ തെരേസ ഇവിടെ വിധിക്കപ്പെടുന്നത്. അല്ല, ഇനി മദർ തെരേസ എഴുതി എന്ന് പറയുന്നതായി ഒരു കത്തുണ്ട്. അതിൽ ശ്രീ ജോസ് കണ്ടത്തില് ചില തെറ്റുകൾ പറഞ്ഞു. ശ്രീ ടി ജി മോഹൻദാസ് വളരെയധികം തെറ്റുകൾ പറയുന്നുണ്ട്. അദ്ദേഹം ആർക്കകത്ത് എഴുതിയെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അത് കുഴപ്പമില്ല, അദ്ദേഹം യാതൊരുവിധ റിസർച്ചും ചെയ്തിട്ടില്ല. അദ്ദേഹം കാണിച്ചിരിക്കുന്ന 8 ക്ലിപ്പുകളിൽ ഏതാണ്ട് 8 ക്ലിപ്പുകളിൽ കുറഞ്ഞത് 4 ക്ലിപ്പെങ്കിലും ക്രിസ്റ്റഫർ റിച്ചൻസിന്റെ വീഡിയോ ഒന്ന് കട്ട് ചെയ്തെടുത്തതായ കാര്യങ്ങളാണ്. അത്രയൊക്കെ അദ്ദേഹം റിസർച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ പഴിക്കേണ്ടതായ കാര്യമില്ല. അത് നമുക്കറിയാവുന്നതാണ്. ഹിന്ദുത്വവാദികളുടെ ഗവേഷണം എന്നൊക്കെ പറയുന്നത് അത്രയ്ക്കേ ഉള്ളൂ. ശ്രീ ജോസ് കണ്ടത്തിന്റെ ഗവേഷണം അത്രയേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് മദർ തെരേസ ഈ ജഡ്ജിന് കത്തെഴുതുകയും യേശു സ്നേഹിക്കുന്ന ആളാണെന്നൊക്കെ പറയും. കത്തുകളൊന്നും കൃത്യമായിട്ടല്ല കോട്ട് ചെയ്യുന്നത്. ജഡ്ജ് ഇട്ടോ തിരിച്ച് കത്തെഴുതിയെന്നാണ് പറയുന്നത്. ജഡ്ജ് ഇട്ടോ അല്ല തിരിച്ച് കത്തെഴുതിയത്. അവിടുത്തെ പബ്ലിക് ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് അറ്റോർണിയാണ് തിരിച്ച് കത്തെഴുതിയിരിക്കുന്നത്. ആ കത്തിൽ അദ്ദേഹം മദർ തെരേസയെ നിങ്ങൾ അറിയാമെന്നിട്ട് കാശെടുത്തു എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ കത്ത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അദ്ദേഹം വളരെ കൃത്യമായ മറ്റൊരു ക്രൈസ്തവ ദർശനത്തിൽ നിന്നുകൊണ്ടാണ് മറുപടി പറയുന്നത്. അദ്ദേഹം പറയുന്നത് എനിക്ക് ഇങ്ങനെയുള്ള ക്രിമിനലുകളെ അറിയാം. ഈ ക്രിമിനലുകളെല്ലാം മറ്റുള്ളവന്മാരുടെ കാശ് എടുത്തതിന് ശേഷം അവരുടെ തന്നെ മനസാക്ഷിക്ക് ഒരു അയവ് കിട്ടേണ്ടതിന് വേണ്ടി അവർ ദാനധർമ്മ കർമ്മങ്ങളിൽ ഏർപ്പെടുത്തുന്നതാണ്. എന്നാൽ അങ്ങനെയുള്ള ദാനധർമ്മ കർമ്മങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന റിഫോർമേഷൻ സഭകള് പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. റിഫോർമേഷനോട് കൂടി അത് അവസാനിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു ക്രൈസ്തവ ദർശനത്തിലാണ് അദ്ദേഹം എഴുതുന്നത്. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തെഴുതി. അതിന് എന്തടിസ്ഥാനത്തിലാണ് മദർ തെരേസ ഇദ്ദേഹത്തെ വെറുതെ വിടണമെന്ന് പറഞ്ഞു? വെറുതെ വിടണമെന്ന് പറഞ്ഞില്ല. മദർ തെരേസ തന്നെ പറയുന്നത് ഇദ്ദേഹം ഐ ഡു നോട്ട് നോ എനിത്തിങ് അബൌട്ട് മിസ്റ്റർ ചാൾസ് കീറ്റിംഗ്സ് വർക്ക് ഓർ ബിസിനസ് ഓർ ദ മാറ്റേഴ്സ് യു ആർ ഡീലിംഗ് വിത്ത്. ചാൾസ് കീറ്റിംഗ്സിന്റെ ബിസിനസിനെ പറ്റിയോ നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയോ എനിക്ക് അറിവില്ല. എനിക്കറിയാവുന്നതായ ഒരു കാര്യം, ചാൾസ് കീറ്റിംഗ്സ് ഞങ്ങളെ സഹായിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കത്തെഴുതുന്നു എന്നേ ഉള്ളൂ എന്ന് മാത്രമേ മദർ തെരേസ പറഞ്ഞിട്ടുള്ളൂ. കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്നത് മദർ തെരേസ കത്തെഴുതിയത് തെറ്റായി പോയി. പക്ഷെ ഇത് മദർ തെരേസ ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി മദർ തെരേസ അങ്ങ് അഹോരാത്രം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. അതൊന്നുമല്ല. മദർ തെരേസ അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള ചില പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജഡ്ജിനെ അതൊന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാരണവശാലും മദർ തെരേസ ഇവിടെ കുറ്റം പറയാനായിട്ട് നമുക്ക് കഴിയില്ല. കാരണം മദർ തെരേസ ഇദ്ദേഹത്തിന്റെ പ്രധാനമായിട്ട് സഹായം കൈപ്പറ്റിയ സമയത്ത് ഇദ്ദേഹത്തെ പറ്റിയുള്ള ആരോപണങ്ങളൊന്നും വന്നിട്ടില്ല, തുടങ്ങിയിട്ട് പോലുമില്ല. പിന്നെ ഏതടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇത് മാത്രമല്ല, മദർ തെരേസ മറ്റ് ആളുകളുടെ കൈവശം നിന്നും കാശ് വാങ്ങി എന്ന ഒരു ആരോപണം മുന്നോട്ട് പറയാറുണ്ട്. ഉദാഹരണത്തിന് ഡുവിലിയർ ഫാമിലിയുടെ കയ്യിൽ നിന്നും കാശ് കൈപ്പറ്റി, അവരും അത് ഒരു രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ്, അവരുടെ കയ്യിൽ നിന്നും കാശ് കൈപ്പറ്റി എന്ന് പറയാറുണ്ട്. എന്നാൽ ഇതിനെപ്പറ്റി അന്വേഷിച്ച നവീൻ ചൗള ദ ഹിന്ദുവില് ഓഗസ്റ്റ് മാസം 2013 ഒരു ലേഖനം എഴുതി. അദ്ദേഹം പറയുന്നത് ഈ ഒരു ആരോപണം ഞാൻ പരിശോധിച്ച ശേഷം ഈ ഡുവിലിയർ ഫാമിലിയുടെ നിന്ന് മദർ തെരേസയ്ക്ക് കിട്ടിയിരിക്കുന്നത് ആകെ $1000 മാത്രമാണ്. ഈ $1000 ഇവരിവിടെ പറഞ്ഞു കിടക്കുന്ന കിട്ടി കഴിഞ്ഞാൽ തോന്നും കോടി രൂപ മദർ തെരേസ കൈപ്പറ്റി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് അവർ കൊടുത്തു, മദർ തെരേസ അവരുടെ മുഖത്തേക്ക് തിരിച്ചു വലിച്ചെറിഞ്ഞില്ലെന്നാണോ നിങ്ങളുടെ ആരോപണം? അതോ $1000 പോലും ആര് തന്നാലും തിരിച്ചു കൊടുക്കണമെന്നുള്ളതാണോ? എന്താണ് ഇവിടുത്തെ തെറ്റ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യമാകുന്നില്ല. അത് നിങ്ങൾ ഓർത്തോണം. രാജ്യത്തിന്റെ ഒരു ഭരണാധികാരിയാണ്. ഈ രാജ്യത്തിന്റെ എല്ലാ ഭരണാധികാരികളെയും നമ്മൾ അക്കം കുറിച്ച് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ നരേന്ദ്രമോദിയോട് നമുക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ ഒക്കും? നാളെ നിങ്ങൾക്കും പറയാമല്ലോ, ഗുജറാത്ത് കലാപത്തിന്റെ സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയുടെ നിങ്ങൾ എങ്ങനെയാണ് കൂടെ പ്രവർത്തിക്കുന്നത്? ഇങ്ങനെ ഏത് ഭരണാധികാരിയെ പറ്റിയാണ് നമുക്ക് പറയാൻ കഴിയാത്തത്? പിന്നെ ഇത് മദർ തെരേസയ്ക്ക് മാത്രമുള്ള ഒരു ചോദ്യമാണോ? അതോ റെഡ് ക്രോസ് പോലെയുള്ള സംഘടനകൾക്കും നിങ്ങൾ ഇതേ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കാറുണ്ടോ? റെഡ് ക്രോസ് പോലെയുള്ള സംഘടനകളും ലോകത്തിലെ എല്ലാ ഗവൺമെന്റുകളുമായിട്ടും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മദർ തെരേസയ്ക്ക് മാത്രമായിട്ടുള്ളൊരു മാനദണ്ഡമായിട്ടാണോ നിങ്ങൾ വരുന്നത്? ഒരിക്കലും ഇങ്ങനത്തെ ഡബിൾ സ്റ്റാൻഡേർഡ് പാടില്ല. എന്ന് മാത്രമല്ല, some people see her here posing with Ron and Nancy. In the truest sense, citizens of the world. Mother Teresa is. The very hand that bestowed the Medal of Freedom on Mother Teresa armed and paid the death squads of Central America. ഇവരുടെ ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പോവുകയാണെങ്കിൽ
ക്രിസ്റ്റഫർ ഹിച്ചൻസ് പറയുന്നത് റൊണാൾഡ് റീഗനോട് പോലും അമേരിക്കൻ പ്രസിഡന്റിനോട് കൂടെ പോലും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതാണ് ഇവരുടെ വിമർശനത്തിന്റെ ഒരു നിലവാരം. അത് മനസ്സിലാക്കുവാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഈ പറയുന്നവരുടെ സ്റ്റാൻഡേർഡ് എന്താണ്? ഞാൻ പറഞ്ഞു ക്രിസ്റ്റഫർ ഹിച്ചൻസ്, അദ്ദേഹമാണ് വിമർശകരിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ കണ്ടന്റ് ഡോക്ടർ അരൂപ് ചാറ്റർജി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചെടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിലിം സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു. അത് കഴിഞ്ഞ് അരൂപ് ചാറ്റർജിയെ മൊത്തമായിട്ട് അദ്ദേഹം മാറ്റി നിർത്തി. അരൂപ് ചാറ്റർജിക്ക് ഒരു ക്രെഡിറ്റ് പോലും കൊടുക്കാതെ ഗവേഷണം മുഴുവൻ നടത്തുന്നത് ഞാനാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചു എന്നാണ് നിരീശ്വരവാദിയായ ഡോക്ടർ അരൂപ് ചാറ്റർജി പറഞ്ഞിരിക്കുന്നത്. അതിൽ അരൂപ് ചാറ്റർജി മിഷണറീസ് ഓഫ് ചാരിറ്റി വേർഡ് പ്രസ്, ഇത് മിഷണറീസ് ഓഫ് ചാരിറ്റിയെ വിമർശിക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുന്ന സൈറ്റാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത്, ബിക്കോസ് ഓഫ് ദിസ് ഐ ഹാവ് റിസർവേഷൻസ് അബൌട്ട് ഹിസ് ഇന്റഗ്രിറ്റി. ക്രിസ്റ്റഫർ ഹിച്ചൻസിന്റെ സത്യസന്ധതയെ പറ്റി, ഇന്റഗ്രിറ്റിയെ പറ്റി എനിക്ക് റിസർവേഷൻസ് ഉണ്ട്. കാരണം എല്ലാ ക്രെഡിറ്റും സ്വയമായിട്ടെടുത്ത് മറ്റുള്ളവന്റെ ഗവേഷണം സ്വന്തമായിട്ടാക്കാൻ വേണ്ടി ഇറങ്ങിയ ടീമാണ് ആദ്യമായിട്ട് മദർ തെരേസയുടെ മുമ്പിൽ നേരെ വിരൽ ചൂണ്ടുന്നത്. ആ വിരൽ ചൂണ്ടിയപ്പോൾ 4 വിരല് അയാളുടെ നേരെ ആയിരുന്നു എന്നുള്ളത് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ല, ഈ ശ്രീ ജോസ് കണ്ടത്തിലെ നിൽക്കുന്ന ആ ഫോട്ടോയുടെ പിന്നിൽ, അദ്ദേഹം ആ നിൽക്കുന്ന സ്റ്റേജിന്റെ പിന്നിൽ ഒരു ഫോട്ടോയുണ്ട്, ശ്രീ രവിചന്ദ്രൻ സാർ. ഈ ശ്രീ രവിചന്ദ്രൻ എന്ന് പറയുന്നത് ഇന്ന് യൂട്യൂബ് മോഷണ കേസിൽ പ്രതിയായി കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ശ്രീ രവിചന്ദ്രൻ കണ്ടന്റ് മോഷ്ടിക്കാൻ സമർത്ഥനായ ഒരു വ്യക്തിയാണ് എന്ന് ഞങ്ങളുടെ പ്രോഗ്രാമിൽ അദ്ദേഹത്തിന്റെ ഏതാണ്ട് 30-ലധികം സ്ലൈഡുകൾ എടുത്ത് ഞങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ശ്രീ രവിചന്ദ്രന്റെ ഫോട്ടോയുടെ മുന്നിൽ കയ്യും കെട്ടി വളരെ ഭവ്യതയോടുകൂടെ നിന്നുകൊണ്ട് മദർ തെരേസയെ വിമർശിക്കുവാൻ ഇറങ്ങിയിരിക്കുന്ന ശ്രീ ജോസ് കണ്ടത്തിൽ. എത്രയാണ് ഈ വിമർശകരുടെ സന്മാർഗികത എന്നും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ഒരു ആരോപണത്തിലേക്ക് വരാം. മദർ തെരേസ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ശ്രീ ജോസ് കണ്ടത്തിലാണ്. ഇത് ശ്രീ TG മോഹൻദാസ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇത് പറയാതെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കിയതാണ്. കാരണം അദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാ ഗുരുക്കന്മാരുടെയും കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ എടുക്കാമെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഇത് ശ്രീ ജോസ് കണ്ടത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് നമുക്ക് കേൾക്കാം. വന്ന കാര്യങ്ങളാണ്. ഏതായാലും മദർ വളരെ സമർത്ഥമായിട്ട് ഈ പണം ഉപയോഗിച്ച് മദറിൻ്റെ നണ്ണറികൾ ഉണ്ടാക്കാനാണ് ഉപയോഗിച്ചത്. മദറിന് 120 രാഷ്ട്രങ്ങളിലായിട്ട് 650 നണ്ണറികളുണ്ട്. 120 രാജ്യങ്ങളിൽ 650 സ്ഥാപനങ്ങൾ. അതാരും ഡെസ്റ്റിറ്റ്യൂട്ടിൻ്റെയും നിരാലംബരെയും പരിപാലിക്കാനുള്ളതല്ല, ഒന്നാന്തരം മോഡേൺ ടൈപ്പിലുള്ള 650 നണ്ണറികൾ. ഇങ്ങനെ ഉണ്ടാക്കി പണം കൊണ്ട് അവർ ക്രിസ്തുമത പ്രചരണം നടത്തി. ഇവരുടെ കന്യാസ്ത്രീകളെ സൃഷ്ടിച്ചെടുത്തു. അവരാഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടത്തി. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർ എക്കോണമി ക്ലാസ്സിൽ പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. അവർ യാത്ര ചെയ്തത് മുഴുവൻ ബിസിനസ് ക്ലാസ്സുകളിലായിരുന്നു. ഈ ക്ലിപ്പിൽ ശ്രീ ജോസ് കണ്ടത്തിൽ പറയുന്നത് മദർ തെരേസ ബിസിനസ് ക്ലാസ്സിലല്ലാതെ യാത്ര ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, മദർ തെരേസയ്ക്ക് കിട്ടുന്ന കാശ് സകല ആധുനിക സൗകര്യങ്ങളും കൂടെ ഒരു നണ്ണറികൾ ഉണ്ടാക്കുവാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലാതെ പാവങ്ങളെ സഹായിക്കുവാനല്ല. ഈ ആരോപണങ്ങളുടെ സത്യസന്ധത എത്രമാത്രമുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. 7 Women and the Secrets of the Greatness, എറിക് മെറ്റക്സ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മദർ തെരേസയെ ഒരു മഹിളാ രക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം, ഓൺ പ്രിൻസിപ്പിൾ മദർ തെരേസ ഓൾവേസ് ബോട്ട് എക്കണോമിക് ക്ലാസ് ടിക്കറ്റ്സ്. മദർ തെരേസ എക്കണോമിക് ക്ലാസ്സിൽ മാത്രമേ ടിക്കറ്റ് മേടിച്ചിട്ടുള്ളൂ. പിന്നീട് എന്താണ് സംഭവിച്ചത്? മദർ തെരേസയെ കാണുമ്പോൾ തന്നെ മദർ തെരേസയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ശുശ്രൂഷ ചെയ്യുവാനുള്ള ആഗ്രഹം കൊണ്ട് കാണുമ്പോൾ തന്നെ മദർ തെരേസ എയർപോർട്ടിൽ എത്തുമ്പോൾ തന്നെ അവിടുത്തെ ഫ്ലൈറ്റിന്റെ ആളുകൾ, എയർ ഹോസ്റ്റസും പൈലറ്റ്സും അതിനോടുള്ള ബന്ധപ്പെട്ട എല്ലാ ആളുകളും മദർ തെരേസയുടെ ടിക്കറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഗ്രേഡ് ആക്കി ബിസിനസ് ക്ലാസ്സിൽ കൊടുക്കുമായിരുന്നു. അതിന് ശ്രീ ജോസ് കണ്ടത്തിൽ എന്താണ് പ്രശ്നം? ശ്രീ ജോസ് കണ്ടത്തിലിനെ പോലെയുള്ളവർ കടന്നു ചെല്ലുമ്പോൾ ഇവരുടെ കയ്യിലിരിപ്പ് അറിയാമെങ്കിൽ ഇവരെ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മൂലയ്ക്കോട്ട് മാറ്റി നിർത്തുമായിരിക്കും. അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണം. എന്നാൽ മദർ തെരേസയെ പോലെയുള്ള ഒരു വ്യക്തിത്വത്തെ കാണുമ്പോൾ ആർക്കും ആദരിക്കാൻ തോന്നുന്നത് അത് മദർ തെരേസയുടെ തെറ്റാണ്. മദർ തെരേസയെ
ഫ്ലൈറ്റുകൾ ആദരിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മദർ തെരേസ ഒരിക്കലും ബിസിനസ് ക്ലാസ് ടിക്കറ്റ് മേടിച്ചിട്ടില്ല. മദർ തെരേസ മേടിച്ചത് മുഴുവൻ എക്കണോമിക് ക്ലാസ് ആണ്. ഈ മദർ തെരേസയെ പറ്റി മറ്റൊരു ബയോഗ്രഫി എഴുതിയ എലിൻ സ്റ്റോൺ അദ്ദേഹം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ആരംഭിച്ചത് മദർ തെരേസയ്ക്ക് 1979 നോബൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും മദർ തെരേസയെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിഞ്ഞത്. അതിനു മുമ്പ് ചില ഫ്ലൈറ്റുകളിൽ പോകുമ്പോൾ മദർ തെരേസ ആളുകൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടായിരുന്നു എന്ന് വരുന്നില്ല. 1980കളുടെ ആരംഭത്തിൽ മദർ തെരേസ പാനാം ഫ്ലൈറ്റിൽ ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകാനായിട്ട് പോന്നപ്പോൾ എയർ ഹോസ്റ്റസും മറ്റുള്ളവരും മദർ തെരേസയോട് പറഞ്ഞു, നിങ്ങൾ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കണം. മദർ തെരേസ പറഞ്ഞു, ഞാൻ ഇരിക്കുകയില്ല, ഞാൻ എക്കണോമിക് ക്ലാസ്സിലേ ഇരിക്കുകയുള്ളൂ. അതിനുശേഷം പൈലറ്റ് വന്ന് നിർബന്ധിതമായിട്ട് മദർ തെരേസയോട് പറയേണ്ടതായിട്ട് വന്നു, ഇല്ല, ബിസിനസ് ക്ലാസ്സിൽ മാത്രമേ ഞങ്ങൾക്ക് സീറ്റുള്ളൂ, നിങ്ങൾ അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യമേ മനസ്സില്ല മനസ്സോടെ മദർ തെരേസ ബിസിനസ് ക്ലാസ്സിൽ ഇരുന്നു. നിങ്ങളിവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ പൈലറ്റിനെ ധിക്കരിച്ച് എനിക്ക് എക്കണോമിക് ക്ലാസ്സിൽ അല്ലാതെ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കട്ടെ എന്നാണോ മദർ തെരേസ പറയേണ്ടത്? അങ്ങനെ മദർ തെരേസ പറയുകയാണെങ്കിൽ മദർ തെരേസ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയാണ്. സ്വന്തമായിട്ട് എക്കണോമിക് ക്ലാസ് മേടിക്കണം. അതിനുശേഷം പൈലറ്റും എയർ ഹോസ്റ്റസും പറഞ്ഞതനുസരിച്ച് എവിടെ ഇരിക്കണമോ അവിടെ ഇരിക്കണം. അല്ലെങ്കിൽ അത് മറ്റ് സഹയാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ കാര്യങ്ങളാണ്. ഗാന്ധിജി ദരിദ്രനായിട്ട് ജീവിക്കാൻ വേണ്ടി ബിർള പോലെയുള്ള മഹാന്മാര് അനേക കാശ് ചെലവാക്കേണ്ട വന്നൊരവസ്ഥ വരും. മദർ തെരേസയുടെ ദാരിദ്ര്യം സംരക്ഷിക്കാൻ നമ്മൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കേണ്ടതായിട്ട് വരും. മദർ തെരേസയ്ക്ക് ആ ഫ്ലൈറ്റുകൾ ആദരിച്ചതിന്റെ സൂചകമായിട്ട് മദർ തെരേസ ഇരിക്കുന്ന എക്കണോമിക് ക്ലാസ് മുഴുവൻ ഇവര് അപ്ഗ്രേഡ് ചെയ്ത് ഏതാണ്ട് സാധാരണയായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് ബിസിനസ് ക്ലാസ് ആക്കി കൊടുക്കുവാൻ. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അത് മാത്രമല്ല, ഇന്ത്യയിൽ മദർ തെരേസ അങ്ങും ഇങ്ങോളം പല സെന്ററുകളിൽ പോകേണ്ടതായിട്ട് വരുമ്പോൾ മദർ തെരേസ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു അപേക്ഷ ചോദിച്ചു, എന്നെ ഒരു എയർ ഹോസ്റ്റസ് ആയിട്ട് ഇന്ത്യൻ എയർലൈൻസിൽ ജോയിൻ ചെയ്യിപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അതിനുശേഷം ശ്രീമതി ഇന്ദിരാഗാന്ധി മദർ തെരേസയ്ക്ക് ഒരു ഫ്രീ പാസ് കൊടുക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ മദർ തെരേസയ്ക്ക് ഫ്രീ ആയിട്ട് പോകാനുള്ള ഒരു സൗജന്യ പാസും ഗവൺമെന്റ് കൊടുത്തു. ഇത്രയുമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ എവിടെയാണ് മദർ തെരേസ തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. മദർ തെരേസയെ മറ്റുള്ളവർ ആദരിച്ചതാണ്, അല്ലാതെ മദർ തെരേസ ഒരിക്കലും സ്വയമായിട്ട് ഒരിടത്തും സ്വന്തമായിട്ട് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്തിട്ടില്ല. മദർ തെരേസയ്ക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഫ്ലൈറ്റ് മേടിച്ചു കൊടുക്കുവാൻ വരെ താല്പര്യമുള്ളവര് ലോകത്തിലുണ്ട്. എന്നാൽ അതൊന്നും സ്വീകരിക്കാതെ മദർ തെരേസ ജീവിച്ചു എന്നുള്ളത് മദർ തെരേസയുടെ ജീവിതത്തിന്റെ മഹത്വമാണ്. ഈ നന്നറികളെ പറ്റി ശ്രീ ജോസ് കണ്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് എത്രമാത്രം വാസ്തവമാണ്. ഞാൻ ആദ്യമേ ഈ വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞു, 1990കളുടെ ആരംഭത്തിൽ മാത്രം 456 സെന്ററുകൾ ലോകത്തിന്റെ 100-ലധികം രാജ്യങ്ങളിലായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നന്നറികൾ മാത്രമാണ് ഇറക്കിയതെന്ന് പറയുന്നത് പടുത്തു വിടുന്ന ഒരു പുഴുത്ത നുണയല്ലേ ശ്രീ ജോസ് കണ്ടത്തിൽ എന്ന് ഞാൻ ചോദിക്കുകയാണ്. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത്രമാത്രം കള്ളങ്ങൾ പറയുവാൻ, സധൈര്യം കള്ളങ്ങൾ പറയുവാൻ നിങ്ങൾക്ക് ഇങ്ങനെ കഴിയുന്നത്? പച്ച കള്ളങ്ങളാണ് ശ്രീ ജോസ് കണ്ടത്തിൽ പറഞ്ഞിരുന്നത്. അല്ല, ഈ 100-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നിടത്തൊന്നും കന്യാ സ്ത്രീകൾക്ക് താമസിക്കുവാൻ വേണ്ടി സൗകര്യങ്ങൾ ഒരു കെട്ടിടം പോലും പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഈ കെട്ടിടങ്ങളിലെ സൗകര്യം എന്താണ്? ആധുനിക സൗകര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? മദർ തെരേസ താമസിച്ചിരുന്ന കൽക്കട്ടയിലെ മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ശ്രീ നവീൻ ചൗള എഴുതിയ പുസ്തകത്തിൽ മദർ തെരേസയുടെ ബയോഗ്രഫിയിൽ 6ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് മദർ തെരേസയുടെ താമസിച്ചിരുന്ന കെട്ടിടത്തിൽ ഒരേ റൂമിൽ മാത്രമേ ഫാൻ ഉണ്ടായിരുന്നുള്ളൂ. അത് വിസിറ്റേഴ്സിന്റെ റൂമിലാണ്. ബാക്കി റൂമിൽ ഫാൻ പോലും ഇല്ലായിരുന്നു. കാരണം പാവങ്ങളോടുകൂടി താരതമ്യം ചെയ്ത് പോവർട്ടിയുമായിട്ട് ജീവിക്കുവാൻ പ്രതിജ്ഞ എടുത്തതായ മദർ തെരേസ ഫാൻ പോലും അനുവദിച്ചിരുന്നില്ല. ഇതാണോ ആധുനിക സൗകര്യം? അവിടെ മിക്സി ഇല്ല, അവിടെ വാഷിംഗ് മെഷീൻ ഇല്ല, മറ്റൊരുവിധ സൗകര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. ടെലിവിഷൻ ഇല്ല, ഫാക്സ് മെഷീൻ ഇല്ല, ഇതൊന്നും ഇല്ലാത്തതായ ഒരു കെട്ടിടത്തെയാണോ ഈ ശ്രീ ജോസ് കണ്ടത്തിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടം എന്ന് പറയുന്നത്? ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ പറയുന്ന ഒരു കള്ളമല്ലേ? അല്ല, ഇതാണ് ആധുനിക സൗകര്യമെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഇതുപോലെയുള്ള ഒരു റൂമിൽ ഒരു മാസം താമസിച്ച് കഴിക്കുവാൻ ശ്രീ ജോസ് കണ്ടത്തിന് കഴിയുമോ? ഫാൻ ഞങ്ങൾ തരികയല്ല, മറ്റ് അത് സൗകര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനെ കഴിയും? നിങ്ങൾക്ക് കുടുംബമായിട്ട് അങ്ങനെ കഴിയാൻ കഴിയുമോ?
കഴിയത്തില്ല. എന്നിട്ട് നിങ്ങളാണ് വിമർശിക്കുന്നത്. മദർ തെരേസയെ പോലെ ആദരണീയമായ ജീവിതം നയിച്ച ഒരു വ്യക്തിത്വത്തെ വിമർശിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന പച്ച നുണകളുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ശ്രീ ജോസ് കണ്ടത്തിൽ. ലജ്ജയാകുന്നില്ലേ നിങ്ങൾക്ക്? ഇത് മാത്രമല്ല, മദർ തെരേസയുടെ റൂമിന്റെ ഫോട്ടോ നിങ്ങൾ കണ്ട, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്നതാണ് മദർ തെരേസയുടെ റൂമിന്റെ ഫോട്ടോ. ഇതാണോ ആധുനിക സൗകര്യങ്ങളോടുള്ള റൂം? ഇത് ആയിരുന്നു. അതുപോലെ മദർ പറഞ്ഞിരുന്നു, എനിക്ക് ഒരിക്കലും ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഒരു പള്ളിയുടെയോ ഒരു സഹായം എനിക്കുണ്ടായിട്ടില്ല, ഇതെല്ലാം ഡിവൈൻ ആയിട്ട് എനിക്ക് കിട്ടുന്ന പണം കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം സാധിക്കുന്നത്. കൽക്കട്ടയിൽ വന്നപ്പോൾ ജ്യോതി ബാസു തന്നെ അവർക്ക് 34 ഏക്കർ സ്ഥലം കൊടുത്തിരുന്നു മദറിന് ചാരിറ്റി വർക്കിന് വേണ്ടി. മാത്രമല്ല, ശ്രീ ജോസ് കണ്ടത്തിൽ പറയുന്നത് മദർ തെരേസ ഗവൺമെന്റുകളുടെ നിന്ന് ഗ്രാന്റ് മേടിക്കുമായിരുന്നു. മദർ തെരേസയ്ക്ക് ബംഗാൾ ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തതായ 34 ഏക്കറിലാണ് അവരുടെ സ്ഥാപനങ്ങൾ മുഴുവൻ വന്നിരിക്കുന്നത്. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്? 34 ഏക്കർ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തിരുന്നു എന്നുള്ളത് മദർ തെരേസ തന്നെ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് മാൽക്കം മഗ്രിഡ്ജിന്റെ പുസ്തകം പേജ് 105 2009 എഡിഷനകത്ത്, ഇത് 72 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ആദ്യമായിട്ട് 2009 എഡിഷനകത്താണ് 105 പേജിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദർ തെരേസ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടെ തുടങ്ങിയത് ലെപ്രസി ഹോമാണ്. മദർ തെരേസ എന്താണ് പറഞ്ഞത്? മദർ തെരേസ പറഞ്ഞത് നവീൻ ചൗളയുടെ ബയോഗ്രഫിയിലെ ചാപ്റ്റർ 6 പറയുന്നുണ്ട്, ഷീ ഇൻവേരിയബിളി ഡിക്ലൈൻഡ് ഓൾ ഓഫേഴ്സ് ഓഫ് എ റെഗുലർ ഇൻകം. റെഗുലർ ആയിട്ട് ഒരു ഇൻകം ആരെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗവൺമെന്റോ കത്തോലിക്ക സഭയോ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ തെരേസ അത് സ്വീകരിച്ചിരുന്നില്ല. എന്തുകൊണ്ട്? കാരണം മദർ തെരേസ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചായിരുന്നു ഓരോ ദിവസവും ജീവിച്ചിരുന്നത്. ഇങ്ങനെ ജീവിച്ച അനേക ക്രൈസ്തവ മഹാ വ്യക്തികളുണ്ട്. ശ്രീ ജോർജ് മുള്ളർ ഏതാണ്ട് 10,000 അനാഥ കുഞ്ഞുങ്ങളെ വളർത്തുകയും ഏതാണ്ട് 1,00,000-ലധികം സ്ലം ചിൽഡ്രനെ, പാവപ്പെട്ട പിള്ളേരെ പഠിപ്പിക്കുകയും ചെയ്തതായ ഒരു വ്യക്തിയാണ്. അദ്ദേഹവും സ്ഥിരമായി ആരുടെ നിന്നും വരുമാനം മേടിച്ചിരുന്നില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച് ദൈവം പരിപാലിക്കുമെന്നുള്ളതിന്റെ തീർച്ചയായിട്ടുള്ള ഒരു വ്യക്തമായ തെളിവാണ് ഒരു റെഗുലർ ഇൻകം മദർ തെരേസ സ്വീകരിക്കാതിരുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് ഒരു സ്ഥലം കൊടുത്താൽ എടുക്കുകയില്ല എന്നല്ല അർത്ഥം. റെഗുലർ ഇൻകം. നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതല്ലാതെ മദർ തെരേസയെ പറ്റി വിമർശിക്കാൻ എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്നെടുത്ത് ഇറങ്ങരുത്. ഇനിയും മദർ തെരേസയെ പറ്റി നമുക്ക് അടുത്തൊരു വിമർശനത്തിലേക്ക് വരാം. മദർ തെരേസയുടെ ആദര സേവന സ്ഥലങ്ങളിലെ എങ്ങനെയുള്ള ശുശ്രൂഷകളായിരുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലകായ മോഹൻജി ഭാഗവത് ഒരു സേവാപ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് പറഞ്ഞു, ഞങ്ങളുടെ സേവാപ്രവർത്തനവും മദർ തെരേസയുടെയും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർ മതപരിവർത്തനം നടത്തുന്നു, ഞങ്ങളത് ചെയ്യുന്നില്ല. പരിവർത്തനം നടത്തുകയോ അതിന് വിധേയരാകുകയോ ഒക്കെ ചെയ്യുന്നത് അവരുടെ കാര്യം, ഞാൻ കുറ്റമായിട്ട് പറയുകയല്ല. പക്ഷേ സേവാപ്രവർത്തനത്തിന് സേവനം ചെയ്യുമ്പോൾ അതിന് പുറകിൽ ഒരു ഉദ്ദേശ്യമോ പ്രതിഫലമോ വേറെ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോ ഉണ്ടായിക്കൂടാ. അങ്ങനെ ചെയ്താൽ ആ സേവാപ്രവൃത്തിയുടെ മഹത്വം കുറയും. നമ്മുടെ നാട്ടിൽ, ഭാരതത്തിൽ പൊതുവേ വിചാരിക്കുന്നത് സേവനം ചെയ്യാൻ ഒരാൾ നമുക്ക് അവസരം തന്നു കഴിഞ്ഞാൽ അതാണ് ദൈവം. നമുക്കൊരു അവസരം കിട്ടുന്നു അയാളെ സേവിക്കാൻ, അപ്പോൾ അയാളാണ് നമ്മുടെ ദൈവം എന്ന് വരെ ചിന്തിക്കുന്നവരാണ് ഭാരതീയർ. സേവനം ഏറ്റുവാങ്ങുന്ന ആളോ, അയാൾ പറയുന്നു, ദാ ദൈവത്തിൻ്റെ രൂപത്തിൽ എന്നെ സേവിക്കാൻ ഒരാൾ വന്നിരിക്കുന്നു, അയാളാണ് ദൈവം. ഇങ്ങനെ പരസ്പരം ദൈവമായിട്ട് കാണുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിൽ നിലനിന്നിരുന്നത്. അല്ലാതെ നിങ്ങളെ ഞാൻ സേവിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ മതത്തിലേക്ക് വരണം, എൻ്റെ പാർട്ടിയിലേക്ക് ചേരണം. ശ്രീ ടി.ജി. മോഹൻദാസിന്റെ ഒരു ക്ലിപ്പാണ് നമ്മളിപ്പോൾ കണ്ടത്. അദ്ദേഹം പറയുന്നത്, ശ്രീ RSSന്റെ തലവനായിരിക്കുന്ന ശ്രീ മോഹൻജിയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഹിന്ദുവിന്റെ ആശയം ഇതാണ് എന്നുള്ളതാണ്. ഇത് വെറുതെ ഇറക്കുന്ന ഒരു നമ്പറല്ലേ, തള്ളുമ്പോൾ ഇങ്ങനത്തെ വലിയ തള്ളുകളൊക്കെ തള്ളാമോ എന്ന് RSS തലവനോടും ജനൻ TV അവതാരകനോടും ചോദിക്കുകയാണ്. മഹാനായ ബാബാ സാഹിബ് അംബേദ്കർ ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും അന്നത്തെ ഹൈന്ദവരുടെ പ്രവർത്തനങ്ങളും താരതമ്യം ചെയ്ത് തന്റെ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് ബാബാ സാഹിബ് അംബേദ്കർ വോള്യം 5 ചാപ്റ്റർ 30 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് മഹാരാഷ്ട്ര ഗവൺമെന്റ് ആണ്. ഇന്നും നമുക്കത് ഗവൺമെന്റ് വെബ്സൈറ്റിൽ ലഭ്യമായ വോള്യമാണ്.
അതിനകത്ത് അദ്ദേഹം സുദീർഘമായ ക്രൈസ്തവരുടെ അന്നത്തെ, അതായത് 1940കളുടെ ആരംഭത്തിൽ ക്രൈസ്തവർ ചെയ്ത ആതുര ശുശ്രൂഷയുടെ ഹോസ്പിറ്റലുകളുടെയൊക്കെ എണ്ണം എടുത്ത് കാണിച്ചതിന് ശേഷം അദ്ദേഹം ചോദിക്കുന്നത്, തത്തുല്യമായ ഒരു പ്രവർത്തനം ഹൈന്ദവർക്ക് കാണിക്കുവാൻ സാധിക്കുമോ? നിങ്ങൾ ഓർക്കണം, 2% ഒരു വിഭാഗം ആളുകളുടെ പ്രവർത്തനത്തിന്റെ തോട് താരതമ്യം ചെയ്യുവാൻ ഏതാണ്ട് 70 മുതൽ 80% വരെ വരുന്നതായ ഹൈന്ദവ ജനത, അന്നൊരു പക്ഷേ അതിൽ കുറവായിരിക്കും, കാരണം ബംഗ്ലാദേശും പാകിസ്ഥാനും കൂടെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പം 65 or 70 ആകാം. അത്രയും ശതമാനമുള്ളതായ ഹൈന്ദവർക്ക് സാധിക്കുകയില്ല എന്ന് പറയുന്നത് എത്ര നാണം കേടാണ്. 1940കളുടെ ആരംഭം വരെ ഹൈന്ദവർക്ക് ഒരു ലെപ്രസി ഹോം ചൂണ്ടിക്കാണിക്കുവാൻ പോലുമില്ലായിരുന്നു, പേരിന് പോലും ഇല്ലായിരുന്നു. മറ്റു ചില സ്റ്റാറ്റിസ്റ്റിക്സുകൾ അനുസരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ 2% വരുന്ന ക്രൈസ്തവരുടെ ഹോസ്പിറ്റലുകളായിരുന്നു ഏതാണ്ട്, അല്ലെങ്കിൽ ഓരോ 100 ബെഡ്, ഓരോ 3 ബെഡുകളിലും ഒരു ബെഡ് ഒരു മിഷണറി ബെഡായിരുന്നു. അഥവാ 33% ഈ 2% വരുന്ന ക്രൈസ്തവരാണ് ചെയ്തത്. ബാക്കിയുള്ളത് ഗവൺമെന്റും ബാക്കിയുള്ളവരും ചെയ്തിട്ടുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ശ്രീ TG മോഹൻദാസും RSSന്റെ തലവനും ഇങ്ങനെയുള്ള തള്ളുകൾ തള്ളുന്നത്? ഹൈന്ദവർക്ക് ഇങ്ങനെയുള്ളൊരു ചിന്ത ആരാണ് കൊടുത്തത്? ഇത് ക്രൈസ്തവരുടെ നിന്ന് കണ്ടുപഠിച്ചതല്ലാതെ നിങ്ങളുടെ ഏതെങ്കിലും പുസ്തകത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് അടുത്ത പ്രാവശ്യം ചൂണ്ടിക്കാട്ടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എന്താണ് മദർ തെരേസ യഥാർത്ഥത്തിൽ ആരംഭിച്ചത്? അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇവരുടെ വിമർശനം എത്രമാത്രം അസ്ഥാനത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. മദർ തെരേസയെ പറ്റി സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്, മാൽക്കം മഗ്രിച്ചിന്റെ പുസ്തകം, പേജ് 89 മുതൽ 90 വരെയുള്ള ഭാഗത്ത് മദർ തെരേസ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മദർ തെരേസ ഇപ്രകാരമാണ് പറയുന്നത്. മദർ തെരേസ ഒരു മനുഷ്യൻ റോഡ് സൈഡിൽ കിടന്ന് മരിക്കാൻ പോകുന്നത് കണ്ടു. അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലുകാർ അവനെ സ്വീകരിക്കുവാൻ തയ്യാറായില്ല. കാരണം ഇവൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മരിച്ചു പോകും, അതുകൊണ്ട് ഒരു ബെഡ് വേസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഹോസ്പിറ്റലുകാർ പറഞ്ഞു. മദർ തെരേസ അവിടെ സത്യാഗ്രഹം ഇരിക്കുവാൻ ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് അവരെടുത്തത്. ഏതാനും ചില മണിക്കൂറുകളിൽ ഹോസ്പിറ്റലുകാർ പറഞ്ഞതുപോലെ അയാൾ മരിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ മദർ തെരേസയ്ക്ക് തോന്നി, ആളുകൾ ഹോസ്പിറ്റലിൽ തള്ളിക്കളയുന്നവർ, ഹോസ്പിറ്റലിൽ സ്വീകരിക്കാത്തവർ, അങ്ങനെയുള്ളവരെ എടുത്ത് അവർ മരിക്കാൻ പോവുകയാണെങ്കിൽ അങ്ങനെ മരിക്കാൻ പോകുന്നവർക്ക് വളരെ അഭിമാനത്തോടു കൂടി അവരെ ആദരിച്ചുകൊണ്ട് അവർക്ക് സ്നേഹം കൊടുത്തുകൊണ്ട് മരിക്കുവാനായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം. മദർ തെരേസ ഹോസ്പിറ്റലല്ല തുടങ്ങിയത്. ഹോസ്പിറ്റലും തള്ളിക്കളയുന്നവരെ അവർക്ക് മരിക്കുവാനായിട്ട്, അവർക്ക് സന്തോഷത്തോടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് മരിക്കുവാനായിട്ടുള്ള ഒരു സ്ഥലമാണ് മദർ തെരേസയുടെ ശുശ്രൂഷകളിൽ ഒന്ന്. അത് മാത്രമല്ല, അനാഥ കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തിയിരുന്നു, കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചിരുന്നു, അനേക ശുശ്രൂഷകൾ മദർ തെരേസ ചെയ്തിരുന്നു. പക്ഷെ ഇത് പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയായിരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇവരുടെ വാദം എത്രമാത്രം അസ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും തള്ളിക്കളഞ്ഞവരെ മേരി ലൂഡൻ എന്നൊരു ചെറുപ്പക്കാരി മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റീസിൽ പ്രവർത്തിച്ചിരുന്നു. അവർക്കിത് സഹിച്ചില്ല. കാരണം അസുഖം വന്ന് നിലവിളിക്കുന്ന ആളുകൾക്ക് ഒരു മരുന്നും കൊടുക്കുകയില്ല. ഒരു ആസ്പിരിൻ കൊടുത്താലായി, ഒരു പാരസെറ്റമോൾ കൊടുത്താലായി. ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത് ബ്രൂഫൻ എന്ന ഗുളികയാണ്, വേദനസംഹാരി, ചെറിയൊരു വേദനസംഹാരി. പല്ല് വേദനയ്ക്കും മറ്റും നമ്മൾ കഴിക്കുന്ന ബ്രൂഫൻ, ഇതാണ് ഏറ്റവും വലിയ മരുന്ന് കൊടുക്കുന്നത്. അവർ വേദന കൊണ്ട് പെടഞ്ഞ് മരിച്ചോളണം. ഇത് മേരി ലൂഡനെ സഹിച്ചിരുന്നവർക്ക് ഒരു സെഡേറ്റീവ് പോലും മദർ കൊടുത്തിരുന്നില്ല. ജീസസ് ലവിങ് യു, ജീസസിൻ്റെ സ്നേഹമാണ്, ജീസസ് കിസ്സിങ് യു, ഇത് സഹിക്കൂ, നിനക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകാം. ഈ വേദന ദൈവദത്തമാണ്, ദൈവം തന്നതാണ്, ഇതിനെ തടയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും മരണത്തിന് വിട്ടുകൊടുത്ത മദർ, അവർക്ക് എന്തെങ്കിലും ചെറിയ ജലദോഷം വന്നാൽ പോലും ലോകത്തിൽ ഏറ്റവും പ്രഗത്ഭന്മാരായ ഡോക്ടർമാരാണ് അവർ നോക്കാൻ വന്നിരുന്നത്. ഇന്ത്യയിൽ അവർ ഈ പറഞ്ഞ ബിർള ഹാർട്ട് ഹോസ്പിറ്റലിലും വുഡ്ലാൻഡ്സ് ഹോസ്പിറ്റലിലും അമേരിക്കയിലെ മേയോ ഹോസ്പിറ്റലിലും ഒക്കെ അവർക്ക് ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. മദർ മരിക്കാൻ കിടക്കുമ്പോൾ, സെപ്റ്റംബർ 5-ാം തീയതിയാണ് 1997 മരിക്കാൻ കിടക്കുമ്പോൾ, ഇവരെ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഈ പറഞ്ഞ എല്ലാ ഉപകരണങ്ങളും ചെയ്ത് 70 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ അവരുടെ റൂമിലുണ്ടായിരുന്നു.
അവരുടെ ഡെസ്റ്റിറ്റ്യൂട്ട് വയസ്സം അവർ ഒന്നുമില്ലാതെ കിടന്ന് മരിക്കുന്നിടത്ത്. എന്നിട്ട് മദർ പറയുമായിരുന്നു, എനിക്ക് ജീസസ് മരിച്ചതുപോലെ പാവങ്ങൾ മരിക്കുന്നതല്ല, അങ്ങനെ മരിക്കണമെന്ന് പറഞ്ഞു. മദറിന് അങ്ങനെയൊന്നും മദർ മരിച്ചില്ല. മദറിന് എല്ലാ സൗകര്യങ്ങളും വേണമായിരുന്നു. ശുശ്രൂഷിച്ചില്ലെന്നാണ് പറയുന്നത്. ഇനി ഈ പെയിൻ കില്ലറിന്റെ കാര്യം എടുക്കാം. നമുക്ക് ഈ പെയിൻ കില്ലറിനെ പറ്റി പറഞ്ഞിരിക്കുന്നതിൽ പ്രധാന ഒരു വിമർശനം വന്നിരിക്കുന്നത് ഒരു മെഡിക്കൽ ജേണലായ ലാൻസെറ്റിലാണ്. ലാൻസെറ്റിൽ വന്നിരിക്കുന്നതിൽ റോബിൻ ഫോക്സ് എന്ന് പറഞ്ഞ ആള് 1994 സെപ്റ്റംബർ 17 ലാൻസെറ്റിൽ എഴുതിയ ഒരു ജേണലിൽ എഴുതിയ ഒരു ആർട്ടിക്കിളിനകത്താണ് അദ്ദേഹം പറയുന്നുണ്ട് ഈ പെയിൻ കില്ലറുകൾ പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ ഇതിന് മറുപടി ലാൻസെറ്റിൽ തന്നെ ഒക്ടോബർ മാസം വന്ന ലാൻസെറ്റിൽ ഇതിനുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒക്ടോബർ മാസം വന്ന ലാൻസെറ്റിൽ പറയുന്നത് ഇത് കൊടുക്കാൻ പറ്റാത്തതിന് കാരണം, ഹൈ ഡോസ് ഉള്ള പെയിൻ കില്ലർ കൊടുക്കാൻ പറ്റാത്തതിനുള്ള കാരണം ഇന്ത്യൻ റെഗുലേഷൻസ് ആണ്. ഇന്ത്യൻ റെഗുലേഷൻസ് അനുസരിച്ച് ഹൈ ഡോസുകൾ കൊടുക്കണമെങ്കിൽ ഒരു ആധുനിക സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകൾക്ക് മാത്രമേ കൊടുക്കുവാനൊക്കുള്ളൂ. ബാക്കിയുള്ളവർക്ക് അങ്ങനെയുള്ള പെയിൻ കില്ലേഴ്സ് കൊടുക്കാനായിട്ട് ഒക്കത്തില്ല. അന്ന് പറഞ്ഞാൽ ലാൻസെറ്റിൽ ഉയർന്നതായ വിമർശനം ലാൻസെറ്റിൽ തന്നെ മറുപടി പറഞ്ഞു. എങ്കിലും ഇവർ ഇന്നും ആ മറുപടിയുമായിട്ട് നടക്കുകയാണ്. അല്ല, ലാൻസെറ്റിൽ പറഞ്ഞിരിക്കുന്നതായ വിമർശനം വന്ന ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതായ, അതായത് സെപ്റ്റംബർ 17 പറഞ്ഞിരിക്കുന്നതായ അതിൽ തന്നെ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ ഇവർക്ക് അറിയത്തില്ലയോ? ഞാൻ പറയാൻ കാരണം, ലാൻസെറ്റ് എടുക്കാൻ കാരണം, ഇവർ പറയുന്ന ആളുകളിൽ നിന്ന് ഏറ്റവും യോഗ്യമായ ഒരു വിമർശനം എടുക്കണമെങ്കിൽ ലാൻസെറ്റ് മെഡിക്കൽ ജേണൽ, പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ഒരു ജേണലിൽ വന്നിരിക്കണം. അതിനകത്ത് തന്നെ പറയുന്നതായി വിമർശനം വന്നിരിക്കുന്ന ലേഖനം, മറുപടി പറഞ്ഞിരിക്കുന്ന ലേഖനത്തിലല്ല, വിമർശനം വന്നിരിക്കുന്ന ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കുകയാണ്. I was surprised to see many of the inmates eating heartily and doing well. അദ്ദേഹം പറയുന്നത് ഈ മരിക്കാനായിട്ട് കൊണ്ടുവരുന്നവരിൽ അനേകർ സന്തോഷത്തോടെ കഴിക്കുന്നത്, ആനന്ദത്തോടെ അവിടെ കഴിയുന്നത് ഞാൻ കണ്ടു എന്നുള്ളതാണ്. എത്ര അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ ആയിരിക്കണം മദർ തെരേസയും മറ്റ് കന്യാസ്ത്രീകളും വോളണ്ടിയേഴ്സും ഒക്കെ അവർക്ക് കൊടുത്തതെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, these days it seems more than 2/3 leave home on their feet. 3/2 പേര് ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞ, ഹോസ്പിറ്റലുകളും സ്വീകരിക്കുവാൻ കഴിയാതെ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ തള്ളിക്കളഞ്ഞവരിൽ 3/2 പേര് സൗഖ്യമായിട്ട് തിരിച്ചു പോകും. മദർ തെരേസ ഒരു ശുശ്രൂഷയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. മരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നവര് സന്തോഷത്തോടു കൂടി മടങ്ങി പോകുന്നതായിട്ടാണ് ഇദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പെയിൻ കില്ലറിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് റെഗുലേഷന്റെ കാര്യത്തിലായിരുന്നു എന്നുള്ളത് പിറ്റേ പ്രാവശ്യം മറുപടിയും വന്നു. അത് മാത്രമല്ല, റോബിൻ ഫോക്സ് തുടർന്ന് പറയുന്നത്, സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ റെജിമെൻ ആർ ക്ലീൻലിനെസ്, ടെൻഡിങ് ഓഫ് വൂണ്ട്സ്, സോഴ്സ് ആൻഡ് ലവിങ് കൈൻഡ്നസ്. അദ്ദേഹം പോയി കണ്ടതിൽ അദ്ദേഹം പറയുന്നത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആളുകളുടെ മുറിവുകൾ, വ്രണങ്ങൾ ഇവര് ശുശ്രൂഷ ചെയ്യും. അദ്ദേഹം കണ്ട പ്രത്യേക ഒരു കാര്യം അവിടെ കൊടുക്കുന്നതായ മൃദുലമായ സ്നേഹമാണ്. സ്നേഹത്തോടുകൂടെ അവരെ അയക്കുക എന്നുള്ളതായിരുന്നു മദർ തെരേസയെങ്കിൽ ആ സ്നേഹം കൊണ്ട് മാത്രം അവരാ ചെയ്യുന്ന ക്ലെൻലിനെസിന്റെയും അറിയാവുന്നതായ മെഡിക്കൽ ശുശ്രൂഷയുടെയും ഉപകാരം കൊണ്ട് മാത്രം 3/2 പേര് സൗഖ്യം പ്രാപിച്ചു പോകുവാൻ. ഇത്രയും ചെയ്യുന്ന മദർ തെരേസയാണ് ഇവർ ഏതോ ഒരു വോളണ്ടിയർ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് വിമർശിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇതാണ് ഇവരുടെ മദർ തെരേസയെ പറ്റിയുള്ള വിമർശനം. ഇതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഓർക്കണം, മദർ തെരേസ ശുശ്രൂഷ ചെയ്യാമെന്നവർക്ക് ശുശ്രൂഷ ചെയ്തു കൊടുക്കുമായിരുന്നു. നവീൻ ചൗലയുടെ പുസ്തകം ടിറ്റാഗര എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ പേജ് 163 അദ്ദേഹം പറയുന്നത് 1990 മാത്രം സ്റ്റാറ്റിസ്റ്റിക്സ്, ആ ഒരു ഒറ്റ സെന്ററിൽ തന്നെ സിസ്റ്റർ ആൽബർട്ട് പറയുന്നത് 17,613 ലെപ്രസി പേഷ്യൻസിനെ ശുശ്രൂഷിച്ചിരുന്നു. ഇതിൽ 449 പേർക്ക് സർജറി ചെയ്തിരുന്നു, 785 പേർക്ക് ഷൂസ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ് സുദീർഘമായ കണക്കുകളാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ചെയ്യാമെന്നിടത്ത് മാക്സിമം ശുശ്രൂഷ ചെയ്തു. അതിന്റെ ഉദാഹരണങ്ങളാണിത്. മറ്റ് സെന്റേഴ്സിലേക്ക് നോക്കുമ്പോൾ ശുശ്രൂഷ ചെയ്തു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ക്രിയാത്മകമായ വിമർശനങ്ങളെ സ്വീകരിച്ച് ഇന്നും മദർ തെരേസയുടെ സെന്ററുകളിൽ ധാരാളം ഇംപ്രൂവ്മെന്റ്സ് ദിവസവും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പറയുന്നത്? അറിവില്ലാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഏക ഉദ്ദേശത്തിലാണ് ഇവർ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ മദർ തെരേസ ഹോസ്പിറ്റലൈസേഷൻ ചെയ്യുമായിരുന്നു എന്നുള്ള പറയുന്ന ഇതിനെപ്പറ്റി
മറുപടി പറഞ്ഞുകൊണ്ട് ശ്രീ നവീൻ ചൗള ഞാൻ മുമ്പ് പറഞ്ഞ ഹിന്ദുവിൽ എഴുതിയ ഓഗസ്റ്റ് 26, 2013 ഹിന്ദുവിൽ എഴുതിയ ആർട്ടിക്കിൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ചിലപ്പോഴൊക്കെ മദർ തെരേസയെ ഹോസ്പിറ്റലൈസ് ചെയ്തത് അദ്ദേഹമാണ്. അദ്ദേഹം പറയുന്നത് മദർ തെരേസയ്ക്ക് ഇഷ്ടമില്ലായിരുന്നുവെങ്കിലും പലപ്പോഴും നിർബന്ധിച്ച് ഹോസ്പിറ്റലൈസേഷൻ ചെയ്തിരുന്നു. അവിടെ നിന്ന് മദർ തെരേസയുടെ കന്യകാസ്ത്രീകൾ വന്ന് പലപ്പോഴും നിർബന്ധപൂർവ്വം മദർ തെരേസയെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് കൽക്കട്ടയിലും പോകുമായിരുന്നു. ഇതാണോ ഇവർ പറയുന്നത് മദർ തെരേസയെ കാണുമ്പോൾ ഓടി ഓടി ചെല്ലുമായിരുന്നു എന്നുള്ളത്? മദർ തെരേസയെ ശുശ്രൂഷ ചെയ്ത ഡോക്ടർ, ഹോസ്പിറ്റലൈസ് ചെയ്ത ആളല്ല, മദർ തെരേസയെ നോക്കിയ ഡോക്ടർ പറയുന്നത് ഇറ്റ് വാസ് ഡോക്ടർ തരുൺ ബെഹ്റാജ്. അദ്ദേഹത്തിന്റെ ദ സെയിന്റ് ആൻഡ് ദ സ്കെപ്റ്റിക് ഔട്ട്ലുക്ക് ഇന്ത്യയിൽ വന്ന ആർട്ടിക്കിളിലാണ് ഇദ്ദേഹത്തെ കാർഡിയോളജിസ്റ്റിനെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് നോട്ട് മദർ തെരേസ who chose to get admitted to high-end clinics but her doctor's decision. ഞങ്ങളാണ് നിശ്ചയിച്ചത് മദർ തെരേസ ഇവിടെ ശുശ്രൂഷ ചെയ്യണമെന്ന്, അല്ലാതെ മദർ തെരേസ അല്ല. അവരെ അഡ്മിറ്റ് ചെയ്തവരും ശുശ്രൂഷ ചെയ്ത ഡോക്ടറും പറയുന്നു. അത് മാത്രമല്ല, മദർ തെരേസയോടൊപ്പം മദർ തെരേസയോട് അനേക നാൾ നടന്ന രഘുറായ് എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ പറയുന്നത് മദർ തെരേസയ്ക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ മദർ തെരേസ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ബംഗാളി ഡോക്ടറെ ഉണ്ടായിരുന്നു. മദർ തെരേസ സ്വയമായിട്ട് പോവുകയാണെങ്കിൽ ആ ബംഗാളി ഡോക്ടറിന്റെ അടുക്കൽ മാത്രമേ പോവുകയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മാർച്ച് 18, 2013 ഔട്ട്ലുക്ക് ഇന്ത്യയിൽ വന്ന ആർട്ടിക്കിളാണ്. ഇവരെയാണ്, ഇങ്ങനെയുള്ള മദർ തെരേസയാണ് ഇവർ വിമർശിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇനി മദർ തെരേസ മരിച്ചത് എങ്ങനെയാണ്? മദർ തെരേസ മരിച്ചത് മദർ തെരേസയുടെ റൂമിൽ കിടന്ന് തന്നെയാണ്. മദർ തെരേസ ഏതാണ്ട് ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് മദർ തെരേസ മരിച്ചത്. കഷ്ടതയും പ്രയാസത്തിലൂടെയും കടന്നുപോയി ക്രിസ്തുനാഥന്റെ നാമം തന്റെ നാവിൽ ഉച്ചരിച്ചുകൊണ്ടാണ് മദർ തെരേസ മരിച്ചത്. ഇത് നവീൻ ചൗളയുടെ പുസ്തകം മദർ തെരേസ ഫൈനൽ ചാപ്റ്റർ പേജ് 266 മുതൽ 267 വരെയുള്ള വാക്ക് ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നതാണ്. ഏതടിസ്ഥാനത്തിലാണ് ഈ ശ്രീ ജോസ് കണ്ടത്തിലും ശ്രീ TG മോഹൻദാസും ഒക്കെ എവിടെയോ ആരോ പറഞ്ഞ വിമർശനങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത്? ഇനിയും ശ്രീ ജോസ് കണ്ടത്തിന്റെ മറ്റ് ഒരു വീഡിയോ ഒന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആയിരുന്നില്ല. അതുപോലെ ഇന്ത്യയിൽ മഹാദുരന്തങ്ങൾ ഒരുപാട് മദറിൻ്റെ കാലത്തുണ്ടായി. ലത്തൂരിലെ ഭൂകമ്പത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. മലയാള മനോരമയും അമൃതാനന്ദമയിയും ഒക്കെ അവിടെ ടൗൺഷിപ്പുകൾ ഉണ്ടാക്കി കൊടുത്തു. കോടാനുകോടി രൂപ മുടക്കി. ലോകത്തിൽ ഏറ്റവും വലിയ ചാരിറ്റി പ്രസ്ഥാനം രാമകൃഷ്ണ മിഷനാണ്. രാമകൃഷ്ണ മിഷൻ ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാ ഡിസാസ്റ്റേഴ്സിലും, സുനാമിയും കൽക്കട്ടയത്തിൻ്റെ എത്രയോ പ്രളയങ്ങൾ, സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി അല്ലെങ്കിൽ മദർ തെരേസയുടെ കയ്യിൽ നിന്ന് ഒരു നയാ പൈസയോ അവരുടെ ഒരു ഈ പറഞ്ഞ സേവകരോ ഈ ഒരു പ്രവർത്തനത്തിലുണ്ടായിരുന്നില്ല. അവരെ ഇന്ന് ഈ ക്ലിപ്പിൽ ശ്രീ ജോസ് കണ്ടത്തിൽ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും മദർ തെരേസ യാതൊരുവിധ ഭൂകമ്പങ്ങൾ ഉണ്ടായപ്പോഴോ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴോ പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ള. ഇത് ഒരു പച്ചക്കള്ളമാണ്. കാരണം മദർ തെരേസയുടെ ബയോഗ്രഫി കാതറിൻ സ്പിങ്ക് എഴുതിയ ബയോഗ്രഫിയില് കാതറിൻ സ്പിങ്ക് പേജ് 89-81 കിൻഡിൽ എഡിഷൻ 1971-77 ആന്ധ്രയിൽ ഉണ്ടായിരുന്ന സൈക്ലോണിൽ മദർ തെരേസ എപ്രകാരം പ്രവർത്തിച്ചു, അത് മാത്രമല്ല ഭൂകമ്പങ്ങളില് 1988 നേപ്പാൾ ഇന്ത്യ ബോർഡറിൽ നടന്ന ഭൂകമ്പത്തിൽ മദർ തെരേസ എപ്രകാരം പ്രവർത്തിച്ചു എന്നെല്ലാം അക്കമിട്ട് കാണിക്കുന്നുണ്ട്. മദർ തെരേസ അനേക ഭൂകമ്പങ്ങളിലും വെള്ളപ്പൊക്കത്തിലും പ്രവർത്തിച്ചു. ഏതെങ്കിലും ഒരു ഭൂകമ്പത്തിലോ വെള്ളപ്പൊക്കത്തിലോ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭൂകമ്പത്തിലും വെള്ളപ്പൊക്കത്തിലും പ്രവർത്തിച്ചില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അല്ല, ഇവര് പറഞ്ഞ ഭൂകമ്പത്തിൽ പ്രവർത്തിച്ചിട്ടില്ലയോ എന്നുള്ളതിന് എനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് കിട്ടുന്ന ഫോട്ടോസ് അനുസരിച്ച് മദർ തെരേസ അവിടെയും പ്രവർത്തിച്ചില്ല. ലത്തൂരിലെ പോലെയുള്ള വീടുകൾ ഉണ്ടാക്കി കൊടുക്കുവാനും മദർ തെരേസ ചെയ്തിരുന്നു എന്നാണ് ചിന്തിക്കുന്നത്. അല്ലാത്ത പക്ഷം തന്നെ അവിടെ അനേക ക്രൈസ്തവ സംഘടനകളും കത്തോലിക്ക സംഘടനകളും ധാരാളം പേർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ശ്രീ ജോസ് കണ്ടത്തിൽ പറയാറില്ല. ഇതെല്ലാം നമ്മൾ ഓർക്കണം. മദർ തെരേസ പ്രവർത്തിച്ചിരുന്നു. ഇവര് മദർ തെരേസയെ പറ്റി പറയുന്നത് പച്ച കള്ളമാണ്. ഇനിയും ശ്രീ ജോസ് കണ്ടത്തിലും ശ്രീ മോഹൻദാസ് TG മോഹൻദാസും പറയുന്നത് കാര്യമുണ്ട്. ശ്രീ ജോസ് കണ്ടത്തില് രാമകൃഷ്ണ മിഷനെ പറ്റിയും ബാമ അമിട്ടയെ പറ്റിയുമാണ് ഒരു ക്ലിപ്പിൽ താരതമ്യം ചെയ്തിരിക്കുന്നത്. രാമകൃഷ്ണ മിഷന്റെ കാര്യം ആരും അറിഞ്ഞില്ല. ബാബ ആംതെ ബോംബെയിലെ 5000 ലെപ്പേഴ്സിൻ്റെ കൂടെ അങ്ങേര് താമസിച്ച് അവരെ സംരക്ഷിച്ചിരുന്നു. ഒരു പബ്ലിസിറ്റി നമ്മൾ പലരും അറിഞ്ഞിട്ടില്ല. ബാബ ആംതെ ഗവൺമെൻറ് ഗ്രാൻറ്റും കിട്ടുന്ന ദാനം കൊണ്ട് ആ 5000 ലെപ്പേഴ്സിനെ പരിപാലിച്ചു. ഒരു പ്രാവശ്യം അവരുടെ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. അവർ പട്ടിണിയാവുന്ന അവസരത്തിൽ ഇവിടെ ഒന്ന്
സെക്രട്ടേറിയറ്റിൽ അയാൾ പോയി സത്യാഗ്രഹം ഇരുന്നു മഹാരാഷ്ട്രയിൽ, ബോംബെയിൽ. എന്നിട്ട് ആലവൻസ് കിട്ടി അവരെ വിജയിപ്പിച്ചത്. അത് നമ്മളാരും ബാബ ആമത്തേക്ക് പബ്ലിസിറ്റി കൊടുത്തു. ഈ ബാബ ആമട്ടെ പറ്റി പറഞ്ഞിരിക്കുന്ന ക്ലിപ്പ് ഞാൻ ഉത്തരം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ശ്രീ രാമകൃഷ്ണ മിഷനെ പറ്റി പറയുന്നതിന് ഉത്തരം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇയാള് ശ്രീ ജോസ് കണ്ടത്തില് ഒരു ക്രൈസ്തവ നാമധാരിയായിട്ട് നടക്കുന്നതാണ്. ഒരു ക്രൈസ്തവ നാമധാരി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു ഹൈന്ദവ സംഘടനയെ വിമർശിക്കുവാൻ വേണ്ടി ഞാൻ തയ്യാറാകുന്നില്ല. ബാബ ആമട്ടെ പറ്റി ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എത്രമാത്രം വാസ്തവമാണ്. ബാബ ആമട്ടെയോട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബഹുമാനമാണ് ചെയ്തിരിക്കുന്നത്. സംഖ്യയുടെ അടിസ്ഥാനത്തിലല്ല, സംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞു മദർ തെരേസ ഏതാണ്ട് 90,000 ലെപ്രസിനെ നോക്കി. ശ്രീ ജോസ് കണ്ടത്തിന്റെ അഭിപ്രായത്തിൽ 5000 പേരെയാണ് ബാബ ആമട്ടെ നോക്കിയത്. സംഖ്യ ഞങ്ങൾക്ക് പ്രശ്നമല്ല. അദ്ദേഹം ഒരു ബാബ ആമട്ടെ ഒരാളെ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ അദ്ദേഹത്തെ ആദരിക്കുമായിരുന്നു. അദ്ദേഹം ഒരു മഹാത്മാ വ്യക്തിയാണ്. പക്ഷേ ശ്രീ ബാബ ആമട്ടെക്ക് മദർ തെരേസയ്ക്ക് കിട്ടിയിരിക്കുന്ന പല അവാർഡുകളും പല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ടെമ്പിൾട്ടൺ അവാർഡ് ബാബ ആമട്ടെക്കും കിട്ടിയിട്ടുണ്ട്. 50ലധികം ഏക്കർ ബാബ ആമട്ടെക്ക് മഹാരാഷ്ട്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബാബ ആമട്ടെക്കും ധാരാളം കാര്യങ്ങള് മദർ തെരേസയ്ക്ക് കിട്ടിയതൊക്കെ തന്നെ ബാബ ആമട്ടെക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ബാബ ആമട്ടെക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായി തോന്നുന്ന ഒന്നാണ്. അടുത്തൊരു ക്ലിപ്പ് ശ്രീ ടി.ജി. മോഹൻദാസിന്റെയാണ്. അത് നമുക്കൊന്ന് കേൾക്കാം. ഒരു മാജിക്കും കാണിക്കാതെ തൻ്റെ സേവന പ്രവർത്തനവും ആശുപത്രിയും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആളാണ് മാതാ അമൃതാനന്ദമയി. അവരെ വിളിക്കുന്നത് ആൾ ദൈവമെന്നാണ്. അവരിന്ന് വരെ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല, ക്ലെയിം ചെയ്തിട്ടില്ല. ഒരു മാജിക്കും അത്ഭുത പ്രവൃത്തിയും തനിക്ക് സാധ്യമാണ് എന്നവർ പറഞ്ഞിട്ടില്ല. അവർ മാജിക്കൊന്നും ചെയ്യാറുമില്ല. വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, സ്നേഹത്തോടെ പെരുമാറുന്നു. ഇതല്ലാതെ ആ അമ്മ വേറെ ഒന്നും ചെയ്യാറില്ല. ഒരത്ഭുതവുമില്ല. ആശുപത്രിയുണ്ട്, പള്ളിക്കൂടം, മെഡിക്കൽ കോളേജ് ഒക്കെ നടത്തുന്നുണ്ട്. അവിടെ ഫീസ് വാങ്ങുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, പരാതികൾ ഉണ്ടാകുന്നുണ്ട്, പരിഹരിക്കപ്പെടുന്നുണ്ട്, ഒക്കെയുണ്ട്. ഒരു മാജിക്കും അവരിന്ന് വരെ കാണിച്ചതായിട്ട് അവരോ അവരുടെ അനുയായികളോ ആരും തന്നെ അവകാശപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നാലും അവരെ ആൾ ദൈവം എന്ന് വിളിച്ച് പരിഹസിക്കാൻ ഇന്നും മലയാളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കോ മാധ്യമങ്ങൾ. ഈ ക്ലിപ്പിൽ കേട്ടിരിക്കുന്നത് പോലെ മാതാ അമൃതാനന്ദമയ, ഇത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഹിന്ദുവിന്റെ വിശാല മനസ്സ് ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ള സാങ്കല്പിക കവിതയിലെ ഒരു രണ്ടാമത്തെ ഈരടിയാണ്. ഒന്നാമത്തെ ഈരടി പാടിയത് ശശികല ടീച്ചർ, രണ്ടാമത്തെ ഈരടി പാടുന്നത് ശ്രീ ടി.ജി. മോഹൻദാസ്. ഇതും പച്ച കള്ളമല്ലേ എന്ന് ചോദിക്കുകയാണ്. മാതാ അമൃതാനന്ദമയെ പറ്റി ശ്രീനി പട്ടത്താനം എഴുതിയ ഒരു പുസ്തകമുണ്ട്. വളരെ ഗവേഷണം നടത്തി എഴുതിയ പുസ്തകമാണ്. ശ്രീനി പട്ടത്താനം ഒരു നിരീശ്വരവാദിയാണ്. ക്രിസ്റ്റഫർ ഹിച്ചൻസിനെ പോലെ തന്നെയുള്ള ഒരു നിരീശ്വരവാദിയാണ്. ക്രിസ്റ്റഫർ ഹിച്ചൻസിന്റെ യാതൊരു ഗവേഷണവും ഇല്ലാതെ എൻനോട്ടും ഫുട്നോട്ടും ഇല്ലാതെ ഇറങ്ങിയ പുസ്തകത്തിൽ മറ്റാരുടെയോ ഗവേഷണം സ്വന്തമായിട്ട് അടിച്ചു മാറ്റി ഇറങ്ങിയ പുസ്തകം ഇന്നും വ്യാപകമായിട്ട് കിട്ടുമ്പോൾ ശ്രീനി പട്ടത്താനത്തിന്റെ പുസ്തകം AK ആന്റണിയെ പോലെ നട്ടലില്ലാത്ത നേതാക്കന്മാരെ ഉപയോഗിച്ച് ബാൻ ചെയ്യുകയല്ല നിങ്ങൾ ചെയ്തത്. പിന്നെ മദർ തെരേസയ്ക്ക് എന്തോ പ്രത്യേക ട്രീറ്റ്മെന്റ് കിട്ടുന്നു എന്ന് പറയുന്നതിനകത്ത് എന്ത് കാര്യമാണുള്ളത്? അല്ല, നമുക്ക് മദർ തെരേസയുടെയും മാതാ അമൃതാനന്ദമയുടെയും വിമർശനങ്ങൾ കാണണമെങ്കിൽ എന്തിന് നിരീശ്വരവാദികളിലേക്ക് പോകുന്നു? അവരുടെ പ്രവർത്തികൾ കാണണമെങ്കിൽ എന്തിനു പോകുന്നു? മാതാ അമൃതാനന്ദമയോട് നടന്ന ഗെയിൽ ട്രെഡ്വില്ലിന്റെ പുസ്തകവും മദർ തെരേസയോടൊപ്പം നടന്ന മേരി ജോൺസന്റെ പുസ്തകം, ഇവർ രണ്ടുപേരും ഏതാണ്ട് 20 വർഷം മേരി ജോൺസൺ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലും ഗെയിൽ ട്രെഡ്വില്ല് മാതാ അമൃതാനന്ദമയുടെ സന്തത സഹചാരിയായിട്ട് ഏതാണ്ട് 20 വർഷവും നടന്ന രണ്ട് വ്യക്തികളാണ്. ഇവർ രണ്ടുപേരും അതിൽ നിന്ന് പുറത്തു വന്ന് 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹോളി ഹെൽ എന്ന് പറഞ്ഞ പുസ്തകം ഗെയിൽ ട്രെഡ്വില്ല് എഴുതിയിട്ടുണ്ട്. അതിലെ ചാപ്റ്റർ 19, ചാപ്റ്റർ 20 ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ മാതാ അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ നടക്കുന്ന ലൈംഗിക അരാജകത്വം, വൻ സാമ്പത്തിക ക്രമക്കേടുകൾ, മറ്റ് ഉപദ്രവങ്ങൾ എല്ലാം വ്യക്തമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. എന്നാൽ മേരി ജോൺസന്റെ പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ മേരി ജോൺസൺ പറയുന്നത് ഞാൻ ചെയ്ത തെറ്റുകൾ അവര് ചെയ്ത തെറ്റുകളാണ്, അല്ലാതെ മദർ തെരേസ ചെയ്ത തെറ്റുകളല്ല. എന്റെ തെറ്റുകൾ മദർ തെരേസയോട് പറയാമായിരുന്നുവെങ്കിൽ ഞാൻ പറയുമായിരുന്നു. പക്ഷെ മദർ തെരേസ അതിനെ ഒരു ബ്ലാസ്ഫമി എന്ന് വിളിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ തെറ്റിപ്പോയി. അവര് മറ്റ് ചില വഴിതെറ്റിയ കന്യാസ്ത്രീകളോ വഴിതെറ്റിയ നാശം പിടിച്ച ചില അച്ഛന്മാരോടോ കൂടെ അവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിൽ നിന്നിന്റെ ഫലമായിട്ട് അവർ അവിടെ നിന്ന് സ്വയമേ പുറത്തു പോവുകയാണ് ചെയ്തത്.
അവർ മദർ തെരേസയല്ല കുറ്റം ആരോപിച്ചിരിക്കുന്നത്, സ്വന്തമായിട്ടാണ്. എന്നിട്ട് അവർ പറയുന്നത് ഞാനതിനെ എൻ്റെ ഫ്രീഡം എന്ന് വിളിക്കും എന്ന് പറഞ്ഞാണ് പോകുന്നത്. നിങ്ങൾ ഇത് തമ്മിലുള്ള വ്യത്യാസം കാണണം. ഗെയിൽ ട്രെഡ്വിൽ പറയുന്നത് മാതാ അമൃതാനന്ദമയെ പറ്റിയാണ്, മാതാ അമൃതാനന്ദമയുടെ അറിവോടുകൂടി നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ്. മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് മദർ തെരേസയുടെ അറിവോടുകൂടിയല്ല, മദർ തെരേസയുടെ അറിവോടുകൂടി അല്ല എന്നുള്ളതാണ് അവിടുന്ന് പുറത്തുപോയ വിമർശകർ പറയുന്നത്. അടുത്ത 1-2 ക്ലിപ്പ് കാണിച്ച് ഇത് ഭാഗം അവസാനിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ 29,000 പേർക്ക് ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള ടിക്കറ്റ്, സെൻറ്റ് പീറ്ററിനുള്ള ടിക്കറ്റ് ഇത് കൊടുത്ത ആളാണ് താൻ എന്ന് അഭിമാനപൂർവ്വം ചെറു പുഞ്ചിരിയോടെ, ആ പുഞ്ചിരിയെ മിസ്ചീവസ് എന്ന് വിളിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ചെറിയൊരു പരിഹാസം ആ പുഞ്ചിരിയിൽ അടങ്ങിയിട്ടുണ്ട്. 29,000 പേരെ ഞാൻ മതം മാറ്റിയിരിക്കുന്നു, മോശക്കാരിയല്ല ഞാൻ എന്നുള്ള ഒരു ചിരി, ആ ചിരിയോടെ മദർ കൺവേർഷനെ പറ്റിയാണ് ശ്രീ ടി ജി മോഹൻദാസ് പറയുന്നത്. മദർ തെരേസ കൺവേർട്ട് ചെയ്ത് നമ്പർ കൂട്ടണമായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ കൺവേർട്ട് ചെയ്യേണ്ടത് ശിശുക്കളെയായിരുന്നു. മാമോദിസ മുക്കാവല്ലോ കത്തോലിക്കരാകുമ്പോൾ മാമോദിസ മുക്കാവുന്നത് കൊണ്ട് അനാഥ ശിശുക്കളെയാണ് ചെയ്യേണ്ടത്, അവരെയല്ല ചെയ്തത്. മദർ തെരേസ ആരോടെങ്കിലും തൻ ദൈവവചനം പറഞ്ഞ് അവരോട് കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മരിക്കാൻ പോകുന്നവരോട് തനിക്കുള്ളതായ സ്നേഹം നിമിത്തമാണ്. അവർ മരിച്ചു കഴിഞ്ഞാൽ മദർ തെരേസയ്ക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? ഇതിനെപ്പറ്റി ന്യൂയോർക്ക് റിവ്യൂ ഓഫ് ബുക്സില് ഇൻ ഡിഫൻസ് ഓഫ് മദർ തെരേസ ജസ്റ്റിൻ മാർട്ടിൻ ആൻഡ് സൈമൺ ലീസ് ജൂലൈ 11, 1996 എഴുതപ്പം വായിക്കുന്നത് ഷീ സീക്രട്ട്ലി ബാപ്റ്റൈസ്ഡ് ദ ഡൈയിങ് എന്നുള്ളതിന്റെ ക്രിറ്റിസിസത്തിന്റെ മറുപടിയായിട്ടാണ് അവർ പറയുന്നത്, ഒരാൾ തന്റെ ഹൃദയത്തിലുള്ള ഏറ്റവും വലിയ സ്നേഹം പകർന്നു കൊടുക്കുന്നതല്ലേ, ഇനി ഇതിൽ നിങ്ങൾ അർത്ഥം കണ്ടില്ല എങ്കിൽ പോലും അതിനെ എന്ത് വിമർശിക്കുവാൻ വേണ്ടിയാണുള്ളത്? മദർ തെരേസ ഏതായാലും നിയമവിരുദ്ധമായ കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്തത്. ആരുടെയെങ്കിലും ഭൂമി കയ്യേറുകയോ അതിനുശേഷം ഗുണ്ടകളെ വിട്ട് തല്ലുകയൊന്നും അല്ലല്ലോ ശ്രീ ടി ജി മോഹൻദാസ് ചെയ്തത്. അതൊക്കെ ചെയ്ത ആരാണെന്ന് നമുക്കറിയാമല്ലോ. ഒന്ന് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ഗുണ്ടകളെ വിട്ട് അടുപ്പിക്കുന്നതൊക്കെ ആരാണെന്നുള്ളത്, ഏത് മാതായാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇതിലും കഷ്ടമാണ് ശ്രീ ജോസ് കണ്ടത്തിന്റെ വാക്ക്. അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് കേൾക്കാം. 22 ബംഗ്ലാദേശിലെത്തി. അവിടെ അന്ന് പാകിസ്ഥാൻ പട്ടാളക്കാർ ഗർഭിണികളായപ്പോൾ 1,00,000-ൽ മേലെ സ്ത്രീകളുണ്ടായിരുന്ന ബംഗാളി പെണ്ണുങ്ങൾ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഇന്ത്യ ഗവൺമെൻറ്റും എല്ലാവരും കൂടെ സഹകരിച്ച് ഈ കുട്ടികളെയൊക്കെ അബോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അബോർഷൻ ഒരു മാസീവ് ഡ്രൈവ് അവിടെ നടത്തി. അന്ന് മദർ അവിടെ ഓടിയെത്തി പറഞ്ഞു, ഈ കുട്ടികളെ എനിക്ക് തരൂ, ഞാൻ സംരക്ഷിച്ചോളാം, അബോർഷൻ ചെയ്യരുത്, അത് പാപമാണ്, കൊലപാതകമാണ്, എനിക്ക് ഏൽപ്പിച്ചു തരാൻ പറഞ്ഞു മദർ. പക്ഷേ ഈ അമ്മമാരുടെ കാര്യത്തെപ്പറ്റി ഒന്നും മിണ്ടിയില്ല കേട്ടോ, അത് വേറൊരു കാര്യം. കുട്ടികളെ എനിക്ക്, പക്ഷേ മദറിൻ്റെ അത് ക്ലിക്കായില്ല. അവിടെ 19 അബോർഷൻ മാത്രമേ മദറിന് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി അബോർഷൻ തന്നെ ഗവൺമെൻറ് ആഭിമുഖ്യം. ഏതാണ്ട് ലക്ഷങ്ങളോളം കുഞ്ഞുങ്ങളെ അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് തന്നെ വെട്ടിനുറുക്കി കൊന്നുവെന്നുള്ള ക്രൂര പാതകം ഈ മനുഷ്യൻ പറയുമ്പോൾ ഈ മനുഷ്യന്റെ മുഖത്തിൽ പ്രതിഫലിക്കുന്ന ഒരു ചിരിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഈ ശ്രീ ജോസ് കണ്ടത്തിൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സൈറ്റനിക് ഓർഗനൈസേഷന്റെ സ്പൈ ആണോ എന്നോട് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അബോർഷനെ പറ്റി ഇത്ര സന്തോഷത്തോട് പറയാൻ ഇത്ര നിഷ്ഠൂരനായ ഒരു മനുഷ്യനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നതും പച്ച കള്ളമാണ്. മദർ തെരേസ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകളെ പറ്റി ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. മദർ തെരേസ ആ സമയത്ത് അവർക്ക് വേണ്ടിയാണ് ബംഗ്ലാദേശിൽ ശുശ്രൂഷ ആരംഭിച്ചത്. മദർ തെരേസ കാതറിൻ സ്വിംഗിന്റെ ബയോഗ്രഫിയില് പേജ് 88 നിങ്ങൾക്കിത് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇപ്രകാരം കള്ളങ്ങളും അർത്ഥസത്യങ്ങളും പറഞ്ഞാണ് മദർ തെരേസയെ പറ്റി ശ്രീ ജോസ് കണ്ടത്തിലും ശ്രീ ടി ജി മോഹൻദാസും അത് ഏറ്റുപറയുന്ന ശശികല ടീച്ചറും ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ പോലെയുള്ളവർ. എന്നാൽ മദർ തെരേസയെ പറ്റി വിമർശിച്ചവര് മറ്റു പലരുമുണ്ട്. അവരുടെ മനസ്സ് മാറാൻ ഒരു കാര്യമേ വേണ്ടി വന്നുള്ളൂ. ഇതിനെ മദർ തെരേസയെ പറ്റി വിമർശിക്കുന്ന തരുൺ ഗാംഗുളെ എന്ന് പറഞ്ഞതായ ടെലിഗ്രാഫിന്റെ ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ബംഗാളിലെ ഒരു ജേർണലിസ്റ്റാണ്, ടെലിഗ്രാഫിന്റെ ജേർണലിസ്റ്റ് ആണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അദ്ദേഹം അവിടുത്തെ ഒരു സീനിയർ ജേർണലിസ്റ്റ് ആണ്. ഒരു പ്രാവശ്യം മദർ തെരേസയുടെ ഒരു വാഹനം അദ്ദേഹത്തിന്റെ വാഹനത്തോട് നുരഞ്ഞതിന് പോലീസ് സ്റ്റേഷനിൽ മദർ തെരേസയുടെ വാഹനത്തിനെതിരെ പോയി കേസ് കൊടുക്കുകയും മദർ തെരേസ ആരാണ് എന്നൊക്കെ ചോദ്യം ചോദിക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം. മദർ തെരേസയെ പറ്റി പറയുന്നത്, എൻ്റെ അയൽവാസിയായ ഒരു മുസ്ലിം സ്ത്രീ, അവരെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ഏകാഗിയായി
മരിക്കുവാനായി എല്ലാ ദിവസവും രാത്രി കിടന്ന് കരയുമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയുമായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം ഞാൻ കേട്ടു, മദർ തെരേസയുടെ ആളുകൾ അവരെ വന്നു കൊണ്ടുപോയി. അവർ സന്തോഷത്തോടെ അവിടെ കരഞ്ഞു, വളരെ സന്തോഷത്തോട് മരിച്ചു. അന്ന് നിർത്തി അദ്ദേഹത്തിന്റെ വിമർശനം. ഇത് തരുൺ ഗാംഗുലിയുടെയാണ്. ഇത് മാത്രമല്ല, മറ്റ് അവിടെ ബംഗാളിലെ തന്നെ ഒരു IPS ഓഫീസർ ആയിരിക്കുന്ന BD ശർമ്മ പറയുന്നത്, അദ്ദേഹം മദർ തെരേസയെ അധികം വിമർശിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ മദർ തെരേസ ഹൈപ്പാണ് എന്ന് ചിന്തിച്ചിട്ടുള്ളതായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം മദർ തെരേസയുടെ ഈ ലെപ്രസി ഹോം ഒന്ന് വിസിറ്റ് ചെയ്തു തൻ്റെ ഉദ്യോഗത്തോടുള്ള ബന്ധത്തിലാണ്. 1980കളിൽ അദ്ദേഹം വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ കൺമുന്നിൽ കണ്ടത് മദർ തെരേസ അവിടെയുള്ള ഞാൻ അടുക്കുവാൻ പോലും മടിക്കുന്നതായ കുഷ്ഠരോഗികൾ, അവരെ കണ്ടാൽ നമ്മൾ ഒരു ദൂരെ നിൽക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്ന കുഷ്ഠരോഗികളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന മദർ തെരേസ, അവരുടെ മുറിവുകളിൽ ഒരു ഗ്ലൗസ് പോലും ഉപയോഗിക്കാതെ സ്വന്തം കൈകൾ കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന മദർ തെരേസ, അവരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതല്ലേ യഥാർത്ഥത്തിലുള്ള വിശുദ്ധി. ഇതിന് വിശുദ്ധി എന്ന് നമ്മൾ വിളിക്കുന്നില്ലെങ്കിൽ എന്തിന് വിശുദ്ധി എന്ന് വിളിക്കണം? IPS ഓഫീസറായ അദ്ദേഹവും അന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം മദർ തെരേസയെ പറ്റി മാറ്റി. മദർ തെരേസയുടെ ശുശ്രൂഷ പോയി കണ്ടിട്ടുള്ളതായ ഒരു വ്യക്തി പോലും മദർ തെരേസയുടെ കത്തോലിക്ക വിശ്വാസത്തോട് ഒരുപക്ഷെ വിയോജിപ്പ് വരുമായിരിക്കും, പൊതുവായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസത്തോടും വിയോജിപ്പ് വരുമായിരിക്കും. പക്ഷേ അവരുടെ ശുശ്രൂഷയെ തരം താഴ്ത്തി കാണിക്കുവാൻ, പച്ചക്കള്ളങ്ങൾ പടുത്തൊഴുകുവാൻ ആരും ഒരിക്കലും തയ്യാറാകത്തില്ല. മദർ തെരേസ ക്രിസ്തുവിനെ താൻ അനുകരിക്കാവുന്ന രീതിയിൽ അനുഗ്രഹിച്ച് അനുഗ്രഹീതയായ ഒരു ശുശ്രൂഷയാണ് നിവർത്തിച്ചു പോയിരിക്കുന്നത്. അങ്ങനെയുള്ള ശുശ്രൂഷകൾ നമുക്കും ചെയ്യുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രകാരമുള്ള വിമർശകരുടെ ഇനിയും നമ്മൾ അടപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.